विष्णुं बदाम्यहं। जय नरसिंह श्री नरसिंह जय जय नरसिंह। जय प्रहलादेश जय पद्ममुख मुख पद्मभृंग। भक्ति विघ्नविनाश नरसिंह भगवान की जय। भक्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। शिला प्रभुपाद की जय। गौर प्रमानंदे हरि हरि बोल। ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ രതിദേവി മാതാജി. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ സൂയ മാതാജി. ഹരേ കൃഷ്ണ രാധ മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഈ സത്സംഗത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. ഇന്ന് ആള് വളരെ കുറവാണല്ലോ. എല്ലാവരും ഒക്കെ എവിടെയാണ്? മായ പിടിച്ചു എല്ലാരെയും. അപ്പൊ എന്തായാലും നമ്മള് എന്താ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാനൊരു 3 വീക്സിന് ശേഷമാണ് സത്സംഗത്തിലേക്ക് ക്ലാസ് എടുക്കാനായിട്ട് വരുന്നു. ഞാൻ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ യാത്രയിലെ ഇടയ്ക്കൊക്കെ ആയിരുന്നു ബാക്കി 3 ക്ലാസ്സിലും. കുറെ പരിക്രമവും അങ്ങനെ കുറെ സംഭവവികാസമായിട്ട് 21 ദിവസം എങ്ങനെ കടന്നു പോകുമെന്ന് എനിക്കറിയില്ല. 21 ദിവസം ഒരു 2 ദിവസം പോലും ആയ പോലെ എനിക്ക് തോന്നില്ല. അത്രയ്ക്ക് പെട്ടെന്ന് കടന്നുപോയി. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേ എനിക്ക് ഓഫീസിൽ അതുപോലെ ഒരു രണ്ട് യുഗങ്ങളിലുള്ള ജോലി ബാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ പെൻഡിങ് വർക്ക് കിടക്കാണ്. അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങള്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ കാര്യങ്ങളും അവിടെ ഉണ്ടായത് കുറച്ച് കൃഷ്ണാനുഭവങ്ങളൊക്കെ വളരെ ഷോർട്ടാക്കി ഞാനിട്ട് പറഞ്ഞിരുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ചയിൽ മാതാജി വന്നു. അതിന്റെ മുന്നിലത്തെ ഒരാഴ്ചയിൽ മാതാജി വന്നിരുന്നു, രോഹിണി മാതാജി. പിന്നെ ഞങ്ങളുടെ ഗുരുപ്രഭു നമുക്ക് ക്ലാസ് എടുത്തിരുന്നു ഇടയ്ക്ക്. ഞാൻ ഈ 3 ആഴ്ചകളിലും അങ്ങനെ ഓരോരുത്തർ വന്നാണ് ക്ലാസ് എടുത്തിരുന്നത്. നമ്മൾ ഭഗവത്ഗീത 2-ാം അധ്യായമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായം എന്ന് പറഞ്ഞാൽ സാഖ്യശാസ്ത്രം എന്ന് പറയുന്നത്. സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവാത്മാവും പരമാത്മാവും അല്ലേ, ആത്മാവിനെ പറ്റിയുള്ള ശാസ്ത്രം എന്ന് ഭഗവത്ഗീത പറയുന്നത് മെയിനായിട്ട് ഈ 2-ാം അധ്യായം ആണ് അതിന് കാരണമായിട്ടുള്ളത്. ഈ 2-ാം അധ്യായത്തിലാണ് ആത്മാവിനെ പറ്റിയുള്ള കാര്യങ്ങളെ പറ്റി മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ സാഖ്യശാസ്ത്രം, സംഖ്യ എന്ന് പറഞ്ഞാൽ രണ്ട്, അതായത് ജീവാത്മാവും പരമാത്മാവും. അപ്പൊ ഈശ്വര, ജീവ എന്ന് പറഞ്ഞ ഭഗവത്ഗീതയിൽ പറയുന്ന 5 തത്വങ്ങള്, അതിൽ 2 എണ്ണം മെയിൻലി നമ്മൾ ഈ 2-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. 2-ാമത്തെ അധ്യായത്തിന്റെ സമ്മറി ഒക്കെ രോഹിണി മാതാജി എടുത്തിരുന്നു. ക്ലാസ് വളരെ നന്നായിട്ട് എടുത്തിരുന്നു രോഹിണി മാതാജി. അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, ഇനിയുള്ള കുറച്ച് ശ്ലോകങ്ങളെല്ലാം വരുമ്പോഴത്തേനും ആത്മാവിനെ പറ്റി ഇപ്പം ശ്രീകൃഷ്ണനും അർജുനനും തമ്മിലുള്ള ചോദ്യോത്തരങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ അങ്ങ് പറയുവാണ് ആത്മാവിനെ പറ്റി ഉള്ള കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു തുടങ്ങുവാണ്. അപ്പൊ ആത്മാവ് ആരാണ്, നമ്മൾ ആരാണ്, നമ്മളും ആത്മാവും തമ്മിലുള്ള ബന്ധം എന്താണ്, വ്യത്യാസം എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കിന്ന് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കിയിട്ട് നമുക്ക് പുതിയ ശ്ലോകത്തിലേക്ക് കിടക്കാം. ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തിരവനചാരി ജയോ രാധ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാവി സ്വപാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണ ലളിത ശ്രീവിശാഖാനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപിയ കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി
വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ മുഖം കരോതി വാചാലം മംഗല്യങ്കൈരേഗിരിം യത്കൃപാതമം വന്ദേ ശ്രീഗുരു ദീനതാരണം പരമാനന്ദമാധവം ശ്രീചൈതന്യീശ്വരം വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം. അപ്പം 8, 9, 10 3 ശ്ലോകങ്ങളാണ് മാതാജി എടുത്തതെന്ന് വിചാരിക്കുന്നു. അത് തന്നെയല്ലേ? അതെ പ്രഭു. 8, 9, 10 അടുത്തത്. 8, 9, 10. അപ്പൊ അതില് സഞ്ജയൻ പറഞ്ഞിരിക്കുന്ന ശ്ലോകം ഉണ്ടായിരുന്നു. പിന്നെ കൃഷ്ണൻ അർജുനോട് പറയുന്ന തമുവാച ഹൃഷീകേശ പ്രഹ സന്നിവ ഭാരത സേനയോർ ഉഭയോർ മധ്യേ വിഷീദന്തം ഇതം വചഹ. അല്ലയോ ഭാരത, അപ്പോൾ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ വെച്ച് മന്ദഹസ്തോടെ കൃഷ്ണൻ ദുഃഖിതനായ അർജുനോട് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ അങ്ങ് പറഞ്ഞു തുടങ്ങുകയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിൽ. അപ്പൊ ഇനിയൊക്കെയുള്ള കൂടുതലും ഭഗവാന്റെ കൈകളിലേക്ക് ബോൾ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം ഭഗവാനാണത് തട്ടിക്കളിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാം. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഹരേ കൃഷ്ണ. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 11. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന ഗതാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഹരേ കൃഷ്ണ. അതിന്റെ വായിക്കുന്ന ഭാവാർത്ഥം വായിക്കണം. ഇല്ല ഇല്ല. രാധാ മാതാജി. ഹരേ കൃഷ്ണ. രാധാ മാതാജി. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവാനുവാച അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസൂന ഗദാസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലൈല മാതാജി. അശോചാനന്യശോചസ്ത്വം പ്രജ്ഞാവാദാംസ ഭാഷസേ ഗദാസൂന ഗദാംസൂംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഹരേ കൃഷ്ണ. അപ്പം ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. ശ്രീ ഭഗവാൻ ഉവാച. ശ്രീ ഭഗവാൻ പറഞ്ഞു, ത്വം നീ അശോച്യാൻ ദുഃഖിക്കേണ്ടവരല്ലാത്തവരെ കുറിച്ച് അന്വശോച ദുഃഖിച്ചു പ്രജ്ഞാവാദാൻ പണ്ഡിതന്മാർ ഉപയോഗിക്കുന്ന വാക്കുകൾ ഭാഷസെ സംസാരിക്കുകയും ചെയ്യുന്നു. പണ്ഡിത പണ്ഡിതന്മാർ അല്ലെങ്കിൽ വിദ്വാൻമാർ ഗദാസൂനൻ മരിച്ചവരെ കുറിച്ചും അഗദാസോംശ്ച മരിക്കാത്തവരെ കുറിച്ചും ന അനുശോചന്തി ദുഃഖിക്കുന്നില്ല. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദ്. ശ്രീ ഭഗവാൻ പറഞ്ഞു, നീ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിലും ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല. ഭഗവാൻ നല്ലൊരു കൊട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇനി അതിന്റെ ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? സൂര്യ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥം. അദ്ദേഹത്തെ വിഡ്ഢിയെന്ന് വിളിച്ചുകൊണ്ട് ഭഗവാൻ ഉടനെ തന്നെ ഗുരുവിന്റെ നിലപാടെടുത്ത് അർജുനനെ ശാസിക്കുന്നു. നീ ഒരു ബുദ്ധിമാനെ പോലെ സംസാരിക്കുന്നു.
അതേസമയം അറിവുള്ളവരാരും ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവരാരും ജീവിക്കുന്നതോ മരിച്ചതോ ആയ ശരീരത്തെപ്പറ്റി വ്യസനിക്കാറില്ല. അറിവ് എന്നാൽ പദാർത്ഥത്തിനെയും ജീവാത്മാവിനെയും രണ്ടിന്റെയും നിയന്താവായ പരമപുരുഷനെയും കുറിച്ചുള്ള ജ്ഞാനമാണെന്ന് അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട്. മതപരങ്ങളായ പ്രമാണങ്ങൾക്ക് സാമൂഹ്യ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കാൾ പ്രാധാന്യം നൽകേണ്ടതാണെന്നത്രേ അർജുനന്റെ വാദം. പദാർത്ഥം, ജീവൻ, പരമാത്മാവ് എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന് മതാനുശാസനങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ആ അറിവില്ലാത്ത നിലയ്ക്ക് അർജുനൻ താനൊരു വിജ്ഞാനിയാണെന്ന് ഭാവിക്കേണ്ടിയിരുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിശാലിയാകാതിരുന്നതിനാലാണ് ദുഃഖത്തിന്റെ ആവശ്യമില്ലാത്ത ഒന്നിനെ ചൊല്ലി അദ്ദേഹത്തിന് വിലപിക്കാൻ ഇടവന്നത്. ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ് ശരീരം. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല. ഇതറിഞ്ഞ ആ വ്യക്തി ശരിക്കും വിജ്ഞാനിയാണ്. ശരീരത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്തായാലും അയാൾക്ക് വ്യസനിക്കാൻ വകയില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണൻ. താങ്ക് യു മാതാജി. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ഭഗവാൻ ഒരു ശാസനം കൊടുക്കുന്നതാണ്. അത് നമ്മൾ 2.7 എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. ഭഗവാനെ എന്താണ് ആദ്യ ബന്ധുവായിരുന്നു, അതുപോലെ തന്നെ പിന്നെ സുഹൃത്തായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഗുരുവിന്റെ ഒരു സ്ഥാനം കിട്ടി അല്ലേ. അപ്പൊ ഗുരു ആകുമ്പോഴത്തേനും കുറച്ചുകൂടെ ശാസിക്കാം അല്ലേ. ഗുരുവാണല്ലോ ആരാണ് ഭഗവാനാണെന്ന് കാണിച്ചിരുന്നത് അല്ലേ. നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കണ്ടിട്ടില്ല അല്ലേ. അപ്പൊ ഗുരു ആണ് ആധികാരികമായിട്ട് നമ്മളെ ഭഗവാനെ കാണിച്ചിരുന്നത്. അപ്പൊ ഗുരുവിനാകുമ്പോൾ കുറച്ച് ശാസിക്കുകയൊക്കെ ചെയ്യാം അല്ലേ. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പൊ ഭഗവാൻ പറയുവാണ്, നീ ഇപ്പൊ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞല്ലോ, അർജുനൻ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സാധാരണക്കാര് പറയുന്ന അതേ കാര്യം തന്നെയാണ്. നമ്മൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങളും സംശയങ്ങളും തന്നെയാണ് അർജുനൻ ചോദിച്ചത്. അത് കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റായിട്ട് അതിനകത്ത് തോന്നുമോ? ഇല്ല. പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശരിയാണ് അല്ലേ. ശരിയാണെന്ന് തോന്നുന്നു അല്ലെ, തോന്നുന്നു. പക്ഷെ ഇനി അത് ഭഗവാന്റെ ആ ഒരു വാക്കുകളിലേക്ക് വരുമ്പോൾ, അതിന്റെ ആ ഒരു തലങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ അത് എത്ര ബാലിശമായ ചോദ്യമായിരുന്നു എന്ന് നമുക്ക് തോന്നും. അപ്പൊ അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല ഇല്ല. അതെ. ഹരേ കൃഷ്ണ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നുവെങ്കിൽ ആവശ്യമില്ലാത്തവയെ ചൊല്ലി ദുഃഖിക്കുകയും ചെയ്യുന്നു. ബുദ്ധിമാന്മാർ ജീവിച്ചിരിക്കുന്നവരെ ചൊല്ലിയാകട്ടെ മരിച്ചവരെ ചൊല്ലിയാകട്ടെ വിലപിക്കാറില്ല. അപ്പൊ ശരിക്കുള്ള ബുദ്ധിമാന്മാർ എന്താണ്? ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി മരിച്ചവരെ പറ്റി ദുഃഖിക്കാറില്ല. കാരണം അവർക്ക് അറിയാം എന്താണ് ആത്മാവിന്റെ ശാസ്ത്രത്തെ പറ്റി അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ എന്താണ് ഈ പറയുന്ന ശീതം ഉഷ്ണം എന്നൊക്കെ പറയുന്ന ഈ കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വരുന്ന പോലെ ഇതെല്ലാം ഇങ്ങനെ മാറി മാറി വരുന്ന കാര്യങ്ങളാണെന്ന് ശരിയായിട്ടുള്ള ജ്ഞാനം ലഭിച്ചിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ശരിയായിട്ടുള്ള ബുദ്ധിമാന്മാർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഓർത്തൊന്നും അവർ വ്യതിചലിക്കുകയോ അവർക്ക് ദുഃഖം ഉണ്ടാകുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഗുരുവിന്റെ നിലപാട് എടുത്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഈ പറയുന്ന അർജുനനെ ശാസിക്കുന്നത്. ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവരാരും ജീവിച്ചിരിക്കുന്നതോ മരിച്ചിരിക്കുന്ന ആയ ശരീരത്തെ പറ്റി വ്യസനിക്കാറില്ല. ശരീരം എന്ന് പറയുന്നത് വളരെ ടെമ്പററി ആണ് അല്ലേ. ഒരിക്കലും മരിക്കാത്ത എന്നെന്നും നിലനിൽക്കുന്ന ഭഗവാന്റെ ശാശ്വത അംശമായ ആത്മാവെന്ന് പറയുന്നത് അത് ആണല്ലോ. നമ്മളിപ്പോ ഞാൻ ജയേഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ശരീരത്തെ അല്ല പറയണത്. നമ്മൾ ഇപ്പോഴും ഈ ശരീരത്തെ പറ്റിയാണല്ലോ പറയുന്നത്. ഞാൻ എന്ന് പറയുന്നത് ശരിക്കും അതെന്റെ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം വെടിയുമ്പോൾ എൻ്റെ ശരീരമാണ് അവിടെ കിടക്കുന്നത്. പക്ഷെ വന്നു കൂടുന്നവരൊക്കെയോ മരണാനന്തരം പോയപ്പോഴോ ഇത് ബോഡിയാണ് അല്ലെങ്കിൽ ശവശരീരമാണെന്നല്ലേ പറയുള്ളൂ. ജയേഷ് എന്ന് പറയുന്ന ആള് പോയി എന്നല്ലേ പറയുള്ളൂ. അദ്ദേഹം പോയി. അപ്പം അദ്ദേഹം ആരായിരുന്നു? അപ്പൊ ഈ കിടക്കുന്ന ശരീരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അതപ്പം ജഡം എന്താണ് പോയത്? ആത്മാവ്. അപ്പൊ ആത്മാവിനാണ് ആ പേര് വേണ്ടത് അല്ലേ. ശരിക്കും ആത്മാവാണ് ഞാൻ അല്ലേ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു സാങ്കേതികതയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് അധ്യായത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പൊ ദേഹം എന്താണെന്നും ആത്മാവ് എന്താണെന്നും ഗ്രഹിച്ചിട്ടുള്ളവരാരും ജീവിക്കുന്നതോ മരിച്ചതോ ആയ ശരീരത്തെ പറ്റി വ്യസനിക്കാറില്ല. അറിവ് എന്നാൽ പദാർത്ഥത്തെ പറ്റിയും ജീവാത്മാവിനെ പറ്റിയും രണ്ടിന്റെ നിയന്താവായ പരമപുരുഷനെ കുറിച്ചുള്ള ജ്ഞാനമാണെന്ന് അടുത്ത അധ്യായങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. മതപരമായ പ്രമാണങ്ങൾക്ക് സാമൂഹ്യ രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കാൾ പ്രാധാന്യം നൽകേണ്ടതാണത്രേ എന്നാണ് അർജുനന്റെ വാദം. പദാർത്ഥം, ജീവൻ, പരമാത്മാവ് എന്നിവയെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന് മതാനുശാസനങ്ങളെക്കാൾ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ ഫിസിക്സ്,
ബയോളജി ഇതിലൊക്കെ പലതിലും നമ്മൾ പഠിച്ചിട്ടുള്ള എന്താണ് രസതന്ത്രത്തിലൊക്കെ പദാ പദാർത്ഥങ്ങളെ പറ്റിയുള്ള പഠനമാണ് അല്ലേ? പദാർത്ഥം അല്ലേ? ഭൗതിക പ്രകൃതിയിലുള്ള സംഭവങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ചരിത്രവും എല്ലാം തന്നെ ഭൗതിക പ്രകൃതിയെ പറ്റിയുള്ളതാണ്. ആത്മാവിന്റെ ശാസ്ത്രം നമ്മൾ ഒരു സ്ഥലത്തും നമ്മളെ പഠിപ്പിക്കുന്നില്ല. സയന്റിസ്റ്റ് ആത്മാവിനെ അംഗീകരിക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണം? അവർക്ക് ഒരു ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാനും തെളിയിക്കാനും പറ്റുന്ന ഒരു പരീക്ഷണം നടത്തി മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം മാത്രമേ അവർ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെ ആത്മാവിനെ ആത്മാവിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അനുഭവിച്ചറിയണം. ഒരു പൂവിൽ എങ്ങനെയാണ് മണം ഉള്ളത് അല്ലേ? ഒരു ഇലക്ട്രിക് ഫാനില് അതെങ്ങനെയാണ്? അതിൻ്റെ അകത്ത് കറണ്ട് വരുമ്പോൾ അത് പ്രവർത്തിക്കുന്നു അല്ലെ? കറങ്ങുന്നു. അല്ലെങ്കിൽ എന്താണ്? അത് നിശ്ചലമായിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആത്മാവ്, അതായത് ഒരു പൂവിൽ എങ്ങനെ കാറ്റിൽ എങ്ങനെ ഗന്ധം ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ പോലെ അതിന്റെ കൂടെ ചേർന്നിരിക്കുന്ന സംഭവമാണല്ലോ അല്ലെ? അപ്പൊ നമുക്ക് ഇതിനെ അനുഭവിക്കാനേ പറയുള്ളൂ. ആത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ആത്മാവ് ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് നിലത്ത് കിടക്കുന്നു അല്ലെ? ഒരു മഞ്ചലിൽ കിടക്കുന്നു അല്ലെ? അങ്ങനെ ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം ശരിക്കും. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ഈ ശരീരത്തെ പറ്റിയുള്ള ഈ ദുഃഖങ്ങളിൽ നമ്മൾ വ്യാപൃതരാകുന്നത്. അപ്പം നമ്മൾ ഈ സ്കൂളിലൊക്കെ ഇത്രയും നാൾ പഠിച്ചൊക്കെ പദാർത്ഥങ്ങളെ പറ്റിയുള്ള ജ്ഞാനം പഠിച്ചിട്ട് എന്താ കാര്യം? ഈ പദാർത്ഥങ്ങളെല്ലാം തന്നെ എന്താണ്? നശിക്കുന്ന സംഭവങ്ങളാണ് അല്ലെ? ഒരിക്കലും നശിക്കുകയല്ലാത്ത ആ ഒരു സംഭവത്തെ പറ്റിയുള്ള ജ്ഞാനം നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ബുദ്ധിശാലി ആകാതിരുന്നതിനാലാണ് ദുഃഖത്തിന്റെ ആവശ്യമില്ലാത്ത ഒന്നിനെ ചുറ്റി വിലപിക്കുന്നത്. അപ്പം ബുദ്ധി ഇല്ലാത്തവനെ പോലെ സംസാരിക്കുന്നത്. ബുദ്ധിയുള്ളവരാരും ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് വിലപിക്കാറില്ല. കാര്യം എന്താണ്? അതെല്ലാം നശ്വരങ്ങളാണ്. അനശ്വരമായത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ആത്മാവാണ്. അപ്പൊ ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടതാണ് ശരീരം. അപ്പൊ ശരീരത്തെക്കുറിച്ചിട്ടുള്ള വിലാപമാണ് നമ്മളിപ്പോ കാണുന്നത് അല്ലെ? ഈ പറയുന്ന ഓരോ വ്യക്തികളുടെയും ശരീരത്തെപ്പറ്റി ആലോചിച്ചിട്ടുള്ള വിലാപമാണ് നമ്മൾ കണ്ടതെല്ലാം. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല. ഇതറിഞ്ഞ വ്യക്തി ശരിക്കും വിജ്ഞാനിയാണ്. അപ്പം ഒരു ജ്ഞാനിയല്ല, ശരിക്കും വിജ്ഞാനിയാണ്. അതായത് ആത്മാവിനെ പറ്റി ജ്ഞാനം സിദ്ധിച്ച ആളെ പറ്റി പറയുന്ന വിജ്ഞാനി എന്നാണ് പറയുന്നത്. ഭൗതിക ശരീരത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്തായാലും, അതായത് ബാല്യം, വാർദ്ധക്യം, കൗമാരം ഈ പറയുന്ന സ്റ്റേജസിനെ പറ്റി ഒന്നും ഈ പറയുന്ന ശരിയായിട്ടുള്ള ഒരു ജ്ഞാനി വ്യസനിക്കാറില്ല. ഇപ്പൊ നമ്മള് കുറച്ച് ജരാന്തരയൊക്കെ ബാധിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ എന്താണ് അവിടെ എവിടെയും പോയി, ഞാൻ അടക്കമുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്, ഇവിടെ എല്ലാം പോയി കറുപ്പിക്കും അല്ലെ? നമ്മളൊരു ശരി എപ്പോഴും കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നമ്മൾ ഇവിടെ ശരീരം, മുഖം ഇങ്ങനെ ചുക്കിച്ചുള്ളിഞ്ഞു, പ്രായം ചെന്ന് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ പെയിന്റ് അടിക്കാനായിട്ട് നോക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഇന്നല്ലെങ്കിൽ നാളെ മണ്ണടിയാൻ വിധിക്കപ്പെട്ടതാണ് ശരീരം. ആത്മാവിനെ പോലെ പ്രാധാന്യം ശരീരത്തിനില്ല. ഇതറിഞ്ഞ ആ വ്യക്തി ശരിക്കും വിജ്ഞാനിയാണ്. ഭൗതിക ശരീരത്തിന്റെ അവസ്ഥാന്തരങ്ങൾ എന്തായാലും അയാൾക്ക് വ്യസനിക്കാനായിട്ട് വകയില്ല. അപ്പൊ ഏത് അവസ്ഥയിൽ കൂടി ഭൗതിക ശരീരം കടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ആ വ്യക്തിക്ക് വ്യസനിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഇത് ശരിക്കും അറിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. 12ാമത്തെ ശ്ലോകം. നാത്വേവാഹം ജാതുനാസം നാത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃപരം. നാത്വേവാഹം ജാതുനാസം നാത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃപരം. നാത്വേവാഹം ജാതുനാസം നാത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃപരം. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി മ്യൂട്ടാണ്.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത അധ്യായം 2 ശ്ലോകം 12. നാ തേ ത്വേവാഹം ജാതുനാസം നാ ത്വാം മേ ജനാധിപഃ നാ ചൈവ ന ഭവിഷ്യാമ സർവേ വയമത പരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. നത്വേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ ന ചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സുജന മാതാജി. നത്തേവാഹം ജാതുനാസം നത്വം നേമേ ജനാധിപ നാചൈവ ന ഭവിഷ്യാമ സർവേ വയമതഃ പരം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. അഹം ഞാൻ, ജാതു ഒരിക്കലും, ന ആസം ഇല്ലായിരുന്നു എന്ന അവസ്ഥ, ഇതി തു ന ഏവ ഇല്ല തന്നെ, ത്വം അഭി നീയും, ന ആസി ഇതി ന ഉണ്ടായിരുന്നില്ല എന്ന് ഇല്ല, ഇമേ ഈ ജനാധിപ രാജാക്കന്മാരും, ന ആസൻ ഇതി ന ഭവിച്ചിരുന്നു ഇല്ല എന്ന് ഇല്ല, അതപരം ഇനിമേൽ, വയം സർവേ നാമെല്ലാം, ന ഭവിഷ്യാമ ഉണ്ടായിരിക്കുകയില്ല, ച നൈവ എന്നതും ഇല്ല തന്നെ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതയുടെ വിവർത്തനം. ജയ് ശ്രീലപ്രഭാത്. ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല, അതേപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരുമെല്ലാം എന്നും ഉണ്ടായിരുന്നു, ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയുമില്ല. അപ്പൊ ഭഗവാൻ പറയുന്ന രണ്ടാമത്തെ തത്വം വളരെയധികം ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടേ ഇല്ല. അതായത് നമ്മൾ ഈ ഞാനെന്ന് പറയുന്ന ഉദ്ദേശിച്ചിരിക്കുന്ന ആത്മാവ് എന്നും ഉണ്ടായിരുന്നു. ആത്മാവ് ശാശ്വതനാണ്, നിത്യനാണ്, അല്ലേ? അപ്പൊ എന്നും അത് ഉണ്ടായിരുന്നു. അത് ഇല്ലാതിരുന്ന ഒരു കാലം എന്ന് പറയുന്നത് ഉണ്ടായിട്ടേ ഇല്ല എന്ന് ഇവിടെ ഭഗവാൻ പറയുന്നു, അല്ലെ? അതുപോലെ നീയും ഈ കാണുന്ന രാജാക്കന്മാരും എന്നും ഉണ്ടായിരുന്നു. ഈ കാണുന്ന രാജാക്കന്മാരാരും തന്നെ എപ്പോഴും ഉണ്ടായിരുന്നവർ തന്നെയാണ്. അവരൊരിക്കലും ഇല്ലാതെ ഇരുന്നിട്ടേ ഇല്ല. ഒരിക്കലും നാം ആരും ഇല്ലാതാവുകയും ഇല്ല. അപ്പൊ നമ്മൾ ഒരിക്കലും ഇല്ലാതാവുകയും ഇല്ല എന്ന് പറയുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്നൊരു സംശയം തോന്നാം. നമ്മൾ സാധാരണ രീതിയിൽ നിൽക്കുന്ന ആൾക്കാർ. അപ്പൊ ഇത് ആത്മാവിന്റെ ശാസ്ത്രമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കണ്ണുകൊണ്ട് കാണണം എപ്പോഴും. ഞാൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആത്മാവ്, അല്ലെ? ആ ആത്മാവ് ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിട്ടില്ല. അത് ആത്മാവ് എന്ന് പറയുന്ന സംഭവം നിത്യനാണ്, ശാശ്വതനാണ്, അജനാണ്, അല്ലെ? അത് ഭഗവാൻ നിത്യനായതുകൊണ്ട് ഭഗവാന്റെ ഭാഗമായ ആത്മാവും എന്താണ്? നിത്യനാണ്, ശാശ്വതനാണ്, അജനാണ്. അതുപോലെ നീയും ഇക്കാണുന്ന രാജാക്കന്മാരും, അതുപോലെ എന്നിലുള്ളിലും ആത്മാവുണ്ട്, നിന്റെ ഉള്ളിലും ആത്മാവുണ്ട്, ഈ കാണുന്ന രാജാക്കന്മാരുടെ ഉള്ളിലും എല്ലാം ആത്മാവുണ്ട്. ആ ആത്മാവ് നിത്യനാണ്. അതുകൊണ്ട് ആ ആത്മാവ് ഉള്ളിടത്തോളം കാലം അവരും ഉണ്ട്. അവരില്ലാതിരുന്ന ഒരു സമയമേ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. ഭാവാർത്ഥം ഒരു വളരെ വലിയ ഭാവാർത്ഥമാണ്. എനിക്ക് തോന്നുന്നത് ഒരു 1-2 പേജ് ഉണ്ട്. അപ്പൊ നമുക്ക് പകുത്ത് എടുക്കാം. ഭാവാർത്ഥം വായിക്കാം എന്തായാലും. ശ്രീല പ്രഭുപാദരുടെ ഭാവാർത്ഥം. അടുത്തത് ഷിബി മാതാജി വായിച്ചു. ഭാവാർത്ഥം വായിച്ചു തുടങ്ങിക്കോളൂ. കൃഷ്ണ. ഭാവാർത്ഥം. വേദങ്ങളിൽ കഠോപനിഷത്തും ശ്വേതാരോപനിഷത്തും പറയുന്നു, സർവേശ്വരനായ കൃഷ്ണൻ എണ്ണമറ്റ ജീവാത്മാക്കളെ അവരുടെ കർമ്മങ്ങൾക്കും അവ ഉളവാക്കുന്ന പ്രതികരണങ്ങൾക്ക് അനുയോജ്യങ്ങളായ വ്യത്യസ്ത പരിതസ്ഥിതികളിൽ പുലർത്തി പോരുന്നു. ആ സർവേശ്വരൻ തന്നെ തന്റെ സമ്പൂർണ്ണ അംശങ്ങളായി ഓരോ ജീവസത്തയുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നുമുണ്ട്. ഉള്ളിലും പുറത്തും ഒരേ പരമപുരുഷനെ കാണാൻ കഴിവുള്ള സാധുജനങ്ങൾക്ക് പരിപൂർണവും ശാശ്വതമായ സമാധാനം ലഭിക്കും. നിത്യോ നിത്യാനാം ചേതനാശ്ചേതനാമേകോ ബഹുനാം യോ വിദധാതി കാമാൻ തമാത്മസ്ഥം യേ ഹനുപശ്യന്തി ധീരാ സ്തേഷാം ശാന്തി ശാശ്വതി നേതരേഷാം. കഠോപനിഷത്ത്. അർജുനന് നൽകപ്പെട്ട ഈ വൈദിക സത്യം വലിയ പണ്ഡിതരെന്ന് ഭാവിക്കുകയും എന്നാൽ വളരെ കുറച്ചു മാത്രം അറിയുകയും ചെയ്യുന്നവർക്കായി ലോകത്തിലുള്ള എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുള്ളതാണ്. അർജുനനും യുദ്ധരംഗത്തുള്ള മറ്റനേകം രാജാക്കന്മാരും താൻ തന്നെയും ശാശ്വതരായ ജീവവ്യക്തികളാണെന്നും അസംഖ്യം ജീവാത്മാക്കളെ അവരുടെ ബദ്ധാവസ്ഥയിലും മുക്താവസ്ഥയിലും
താൻ എന്നും സംരക്ഷിച്ചു പോരുന്നു എന്നും ഭഗവാൻ സ്പഷ്ടമായി പറയുന്നു. സർവോത്കൃഷ്ടനായ വ്യക്തിയാണ് പരമദിവ്യപുരുഷനായ കൃഷ്ണൻ. ഭഗവാന്റെ സനാതന സുഹൃത്തായ അർജുനനും പോർനിലത്ത് ഒത്തുചേർന്നിട്ടുള്ള രാജാക്കന്മാരും ശാശ്വത വ്യക്തികൾ തന്നെ. അവരാരും മുൻകാലത്ത് ജീവിക്കാത്തവരോ മേലിൽ ശാശ്വതത്വം നഷ്ടപ്പെടുന്നവരോ അല്ല. അവരുടെ വ്യക്തിത്വം പണ്ടേ ഉള്ളതാണ്. അത് ഭാവിയിലും നിലനിൽക്കും. അതിനാൽ ആരെക്കുറിച്ചും ദുഃഖിക്കേണ്ടതില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മുക്തിക്ക് ശേഷം ജീവാത്മാവ് മായയുടെ മൂടുപടം നീക്കി അവ്യക്തിഗത ബ്രഹ്മത്തിൽ ലയിക്കുകയും തന്റെ വ്യക്തിത്വത്തിന് അറുതി വരുത്തുകയും ചെയ്യുമെന്ന മായാവാദികളുടെ സിദ്ധാന്തത്തെ പ്രാമാണികനായ ശ്രീ ഭഗവാൻ അനുകൂലിക്കുന്നില്ല. വ്യക്താവസ്ഥയിൽ മാത്രമേ വ്യക്തിത്വം ചിന്താവിഷയമാകുന്നുള്ളൂ എന്ന വാദത്തിനും ഈ സൂക്തം ഇട കൊടുക്കുന്നില്ല. മറിച്ച് തന്റെയും മറ്റുള്ളവരുടെയും വ്യക്തിത്വം ഉപനിഷത്തുകൾ ഊന്നി പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ഭാവിയിലും ശാശ്വതമായി നിലനിൽക്കുമെന്ന് കൃഷ്ണൻ വ്യക്തമാക്കുന്നു. കൃഷ്ണൻ മായാതീതനാകയാൽ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ആധികാരികമത്രേ. വ്യക്തിസത്ത യഥാർത്ഥമല്ലെങ്കിൽ കൃഷ്ണൻ ഭാവി കാലത്തേതുകൂടി അതിനുള്ള പ്രസക്തിയെ ചൂണ്ടിക്കാട്ടുകയില്ലായിരുന്നു. കൃഷ്ണൻ ഉദ്ദേശിച്ചായ വ്യക്തിത്വം ആത്മീയമല്ല, ഭൗതികമാണെന്ന മായാവാദിക്ക് എതിർവാദം ഉന്നയിക്കാം. അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ കൃഷ്ണന്റെ വ്യക്തിത്വത്തെ എങ്ങനെ വേർതിരിച്ചറിയാം? തന്റെ സ്വന്തം വ്യക്തിത്വം ഭൂതകാലത്തുണ്ടായിരുന്നു, ഭാവിയിലും ഉണ്ടായിരിക്കുമെന്ന കാര്യം കൃഷ്ണൻ ഊന്നി പറയുന്നുണ്ട്. ഭഗവാൻ തന്റെ വ്യക്തിത്വത്തിന്റെ ഉണ്മ പലതവണ സമർത്ഥിക്കുകയും അവ്യക്തിഗത ബ്രഹ്മത്തിനും ഉപരിയാണ് തന്റെ നിലയെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭഗവത്ഗീതയിൽ ഉടനീളം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളത് തന്റെ ആത്മീയ വ്യക്തിത്വത്തെയാണ്. വ്യക്തിബോധത്തോടെ ബദ്ധാവസ്ഥയിൽ കഴിയുന്ന ഒരാളാണ് കൃഷ്ണനെന്ന് നാം കരുതുകയാണെങ്കിൽ ഭഗവത്ഗീതയ്ക്ക് ഒരു ആധികാരിക ഗ്രന്ഥത്തിന്റെ മൂല്യമില്ലെന്ന് വരും. മാനുഷിക ദൗർബല്യമായ 4 ദോഷങ്ങളോട് കൂടിയ ഒരു സാധാരണ മനുഷ്യനെ കേൾക്കാൻ യോഗ്യമായതൊന്നും പഠിപ്പിക്കാനാവില്ല. അത്തരത്തിലുള്ള സാഹിത്യത്തിൽ നിന്ന് എത്രയോ ഉയർന്നു നിൽക്കുന്നതാണ് ഭഗവത്ഗീത. ഭൗതിക ഗ്രന്ഥങ്ങൾക്കൊന്നും തന്നെ ഭഗവത്ഗീതയോടെ കിടനിൽക്കാനാവുന്നതല്ല. കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനായി കണക്കാക്കുന്ന പക്ഷം ഭഗവത്ഗീതയ്ക്കുള്ള ഈ പ്രാധാന്യം നഷ്ടപ്പെടും. ഈ ശ്ലോകത്തിൽ പ്രയോഗിച്ചിട്ടുള്ള ബഹുവചനം മാമൂലുകൾക്ക് അനുസൃതമാണെന്നും അത് ശരീരത്തെ കുറിക്കുന്നതാണെന്നും മായാവാദികൾ തർക്കിച്ചേക്കാം. എന്നാൽ ദേഹാത്മഭാവത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഖണ്ഡിച്ചിട്ടുണ്ടല്ലോ. ജീവാത്മാക്കളുടെ ദേഹാത്മഭാവത്തെ തള്ളിപ്പറഞ്ഞതിന് ശേഷം ശരീരത്തെക്കുറിച്ച് മാമൂലുകൾക്ക് അനുസൃതമായി പിന്നെയും അത്തരത്തിൽ പ്രസ്താവിക്കാൻ കൃഷ്ണൻ എങ്ങനെ കഴിയും? അതുകൊണ്ട് ആധ്യാത്മിക തലത്തിലാണ് വ്യക്തിഭാവം നിലനിൽക്കുന്നത്. മഹാചാര്യനായ ശ്രീ രാമാനുജാചാര്യനെ പോലുള്ള മറ്റു പല ഗുരുക്കന്മാരും ഇതിനെ ദൃഢീകരിക്കുന്നുണ്ട്. ഈ ആത്മീയ വ്യക്തിത്വം ഭഗവത് ഭക്തർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്ന് ഭഗവത്ഗീതയിൽ പലയിടത്തും സ്പഷ്ടമാക്കിയിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷൻ എന്ന നിലയ്ക്ക് കൃഷ്ണനോട് അസൂയ തോന്നുന്നവർക്ക് ഈ മഹത് ഗ്രന്ഥം അപ്രാപ്യമാണ്. തേൻ കുപ്പിക്കുമീതെ നക്കുന്ന തേനീച്ചകളുടേതുപോലെയുള്ള സമീപനമാണ് ഭഗവത്ഗീതയെ കുറിച്ച് ഭക്തിഹീനരായവർക്കുള്ളത്. കുപ്പി തുറന്നു കിട്ടിയാലേ തേനിന്റെ സ്വാദറിയാനാവൂ. ഭഗവത്ഗീതയിലെ നിഗൂഢ ജ്ഞാനം അതിന്റെ 4-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ ഭക്തന്മാർക്ക് മാത്രമേ ആസ്വദിക്കാൻ കഴിയൂ, മറ്റാർക്കും സാധ്യമല്ല. ഭഗവാന്റെ പരമപദത്തോട് അസൂയാലുക്കളായവർക്ക് ഗീത സ്പർശിക്കാൻ പോലും സാധ്യമല്ല. അതിനാൽ മായാവാദികളുടെ ഗീതാവ്യാഖ്യാനം പൂർണ്ണമായും സത്യത്തെ വളച്ചൊടിച്ചു കാട്ടുന്നവയാണ്. മായാവാദ സിദ്ധാന്തങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഗീതാരഹസ്യങ്ങൾ മനസ്സിലാക്കുന്നതിനുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെടുന്നുവെന്നും മായാവാദി ഭാഷ്യങ്ങൾ വായിക്കരുതെന്നും ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവിടെ മുൻപ് പ്രസ്താവിച്ച വ്യക്തിത്വം ഭൗതികമാണെന്ന് വെച്ചാൽ ഭഗവാന് അർജുനനെ ഉപദേശിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. ജീവാത്മാക്കളും ഭഗവാനും വെവ്വേറെയാണെന്നത് മുൻപ് പറഞ്ഞ പോലെ ഒരു ശാശ്വത സത്യവും വേദസമ്മതവുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇത് ശ്രദ്ധിച്ചു കേട്ടിരുന്നവർക്കൊക്കെ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലേ? നമ്മൾ ഭഗവത്ഗീത ഈ ശാസ്ത്രം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചിരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞ ഭഗവത്ഗീത മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്നുള്ള ഉറച്ച ഒരു വിശ്വാസം ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഭഗവാന്റെ ഒരു പരമദിവ്യോത്തമ പുരുഷത്വം അംഗീകരിച്ചേ മതിയാവുള്ളൂ. ഭഗവത്ഗീത നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാകണമെങ്കിൽ, അല്ലെങ്കിൽ
ധൃതരാഷ്ട്രം മനസ്സിലാക്കിയ പോലെയും അങ്ങനെ മറ്റു പലരും മനസ്സിലാക്കിയ പോലെയൊക്കെ ഉള്ളൂ നമുക്ക് മനസ്സിലാകുള്ളൂ. ഭഗവാനെ അല്ലെങ്കിൽ ഒരു കൊലപാതകയായിട്ടോ ഒരു സാധാരണ മനുഷ്യനായിട്ടോ കാണും. അപ്പൊ ഭഗവാൻ തന്നെ അത് പറയുന്നുണ്ടല്ലോ അല്ലെ. നമ്മൾ പലതവണ പറഞ്ഞ ഒരു ശ്ലോകമാണ് അവജാനന്തി മാമൂടാം മാനുഷ്യം തനുമാശ്രിതം പരംഭാവം അജാനന്ദോ മമഭൂത മഹേശ്വര. അല്ലെ, മൂഢരായിട്ടുള്ള ഈ മനുഷ്യര് വ്യക്തികൾ എന്താണ് മനസ്സിലാക്കിയത്? എൻ്റെ ഈ മനുഷ്യരൂപത്തിൽ അവതരിച്ചപ്പോൾ ഞാൻ എന്താണ് ഒരു മനുഷ്യനാണെന്ന് തെറ്റിദ്ധരിച്ചു പോയി അല്ലേ. ഒരു സാധാരണ കാലിച്ചക്കനാണ് തെറ്റിദ്ധരിച്ചു പോയി. അപ്പൊ എൻ്റെ ഈ ശരീരത്തിൽ വന്ന ഞാൻ എൻ്റെ സുപ്രീമസി അവരറിഞ്ഞില്ല. പരംഭാവം അജാനന്ദോ മമഭൂത മഹേശ്വരൻ, ഞാനാണ് ഈ സർവ ജീവജാലങ്ങളുടെ സർവ ഭൂതങ്ങളുടെ സർവ പ്രപഞ്ചങ്ങളുടെയും വെറും ഈശ്വരനല്ല മഹേശ്വരനാണെന്നുള്ള കാര്യം അവർ അവർക്ക് അറിയാൻ വയ്യ. അതുകൊണ്ടാണ് ഭഗവാൻ അവരെ മൂഢന്മാരെന്ന് വിളിക്കുന്നത് അല്ലെ. അവജാനന്തി മാ മൂഢം, അവരറിയുന്നില്ല ഈ മൂഢന്മാരായിട്ടുള്ള വ്യക്തികളല്ല എൻ്റെ സുപ്രീമസി അവർ മനസ്സിലാക്കുന്നില്ല. ഭഗവാന്റെ സുപ്രീമസി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഭഗവത്ഗീതയും മനസ്സിലാകുകയുള്ളൂ, ശരിയായിട്ടുള്ള രീതിയിൽ മനസ്സിലാകണമെങ്കിൽ. അപ്പൊ അങ്ങനെ ഇവിടെ നമുക്ക് ഭഗവത്ഗീത മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അർജുനനെ പോലെ എന്താണ് ഭഗവാനെ നമ്മളൊരു ഗുരുവായിട്ട് അംഗീകരിക്കണം അല്ലെ. ഭഗവാൻ ഇത് പറയുമ്പോൾ നമ്മൾ ഭഗവാനെ ഒരു ഗുരുവായിട്ട് അംഗീകരിക്കണം. പിന്നെ എന്താണ്, ഭഗവാനിൽ ഒരിക്കലും അസൂയാലു ആകാനായിട്ട് പാടില്ല അല്ലെ. ഭഗവാനോട് വൈരമോ അസൂയാലുവോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ശാസ്ത്രം മനസ്സിലാകത്തില്ല. അർജുനന് ഇത് ഉപദേശിച്ചു കൊടുക്കാൻ തന്നെ കാര്യം അർജുനന് ഉള്ള കുറച്ച് ക്വാളിറ്റീസ് ആണ്. അതിലെ ഒന്ന്, മെയിനായിട്ടൊന്ന്, അർജുനൻ ഒരിക്കലും ഭഗവാനിൽ അസൂയാലു ആയിട്ടില്ല. നമ്മളാകുന്ന ജീവാത്മാക്കളെല്ലാം തന്നെ ഭഗവാന്റെ ധാമത്തിൽ നിന്ന് നമ്മൾ താഴേക്ക് വരാനുള്ള കാര്യം ഭഗവാനിൽ അസൂയാലു ആയതുകൊണ്ടാണ് നമ്മൾക്കൊക്കെ താഴേക്ക് പതിക്കേണ്ടി വന്നത് അല്ലെ. നമ്മളെ സ്വന്തമായിട്ട് ആസ്വദിക്കണം നമുക്ക് തോന്നിയ സമയത്താണ് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ മെർസി കൊണ്ട് നമ്മളെ താഴേക്ക് വിട്ടു. നമുക്കൊക്കെ ഭഗവാനാകണമെന്ന് ഒരു വിചാരം അവിടെ വെച്ച് ഗോലോക വൃന്ദാവനത്തിൽ വെച്ച് ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് സ്വന്തമായിട്ട് ആസ്വദിക്കാനായിട്ട് ശ്രമിച്ചല്ലേ. പക്ഷെ ഭഗവാൻ പറയുന്നുണ്ട് ഞാനാണ് ഭോക്താവ് അല്ലെ. ഭോക്താരാമയജ്ഞ തപസ്സാം സർവ്വലോക മഹേശ്വരൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനാണ് ഭോക്താവെന്ന് എനിക്ക് സ്വന്തമായിട്ട് തോന്നിയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇങ്ങോട്ട് താഴ്ത്തപ്പെട്ടു. എനിക്ക് സ്വന്തമായിട്ട് അനുഭവിക്കാനായിട്ട് ഈ ഭൗതിക ലോകത്തേക്ക് ആസ്വദിക്കാനായിട്ട് ഇങ്ങനെ വിട്ടിരിക്കുകയാണ്. എന്നിട്ട് എനിക്ക് വല്ലതും ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. ആസ്വാദനം നമുക്ക് ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് അതിന് പറ്റുന്നില്ല. കുറേ കാര്യങ്ങൾ. പിന്നെ എന്താണ്, നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്ന അത്രയും കിട്ടിയില്ല എങ്കിൽ എന്താണ്, മനസ്സുടനെ ഡള്ളാകുന്നു. പിന്നെ ഉടനെ ഒരു കയറെടുക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് ഗുളികകൾ കഴിക്കുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ അവസ്ഥ അല്ലേ. നമ്മളെല്ലാവരും ഈ ആസ്വാദനത്തിന്റെ പുറകെ പോവാണ്. നമുക്ക് ശരിക്കും ആസ്വാദനം എന്തുകൊണ്ട് കിട്ടുന്നില്ല? നമ്മൾ എന്താണ്, കൃഷ്ണ ലീലകൾ കേൾക്കുന്നില്ല. കൃഷ്ണ ലീലാമൃതം, ഭഗവത് കഥകള്, ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രം, ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ശരിയായിട്ടുള്ള ഈ നോളേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണക്കാരൻ. അപ്പൊ ഭഗവാൻ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു ഈ ആത്മാവിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രം, അതായത് ഭഗവത്ഗീത, നമുക്കത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഈ പറയുന്ന ഭഗവാന്റെ ആ ഒരു പരമദിവ്യോത്തമ പുരുഷൻ ഭഗവാനിലേക്ക് അസൂയാലു അല്ലാതിരിക്കുന്ന ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകണം. അതുപോലെ എന്താണ്, നമ്മൾ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം ഇത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമപുരുഷൻ എന്നുള്ള ഒരു കാര്യം പലതവണ നമ്മൾ പറഞ്ഞു. പരമപുരുഷൻ ഭഗവാൻ, അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്ന ഭഗവാൻ. അതുപോലെ നമ്മൾ ആരാണ്? മമേ മാംസ ജീവലോക ജീവഭൂത സനാതന, അതായത് നമ്മൾ ഭഗവാന്റെ ശാശ്വതം അംശമാണ് നമ്മൾ ജീവാത്മാക്കൾ അല്ലെ. നമ്മൾ ജീവാത്മാക്കൾ നമ്മൾ മനുഷ്യർ മാത്രമാണോ? അല്ല, മറ്റ് ജീവജാലങ്ങളെല്ലാം തന്നെ, സസ്യങ്ങളടക്കമുള്ള എല്ലാവരും ഭഗവാന്റെ ശാശ്വത അംശങ്ങളാണ് അല്ലെ. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ എത്ര കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ശാസ്ത്രം ദഹിക്കില്ല. അപ്പം ഈ ജീവാത്മാവ് ആരാണെന്ന് മനസ്സിലായി, ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലായി, നമ്മൾ എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കി. നമ്മൾ എവിടെയായിരുന്നു? ഭഗവാന്റെ ധാമത്തിലായിരുന്നു. നമ്മൾ എന്തിന് ഇങ്ങോട്ടേക്ക് വന്നു? നമ്മൾ ആസ്വദിക്കാനായിട്ട് വന്നു. നമുക്ക് എവിടേക്കാണ് ശരിക്കും പോകേണ്ടത്? നമ്മൾ ഡെസ്റ്റിനി എങ്ങോട്ടാണ്? നമുക്ക് ഇവിടെ വന്നിട്ട് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് പക്ഷെ ശരിക്കും പോകേണ്ടത് എന്താണ്? അത് നമ്മളുടെ സ്വഭാവനത്തിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് എന്താണ്? ഭഗവാനെ മനസ്സിലാക്കുക, ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ അനുഷ്ഠിക്കുക, തിരിച്ച് നേരെ ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. ഗോ ബാക്ക് ടു ഗോഡ് ഹെഡ്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്ന ഗുസ്തികളെല്ലാം തന്നെ. അപ്പം ഈ ആത്മാവ് ഭഗവാന്റെ ശാശ്വത അംശമാണെന്ന് പറഞ്ഞു അല്ലെ. ഇനി ആത്മാവിന്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചൊക്കെയാണ് ഇനി വരാൻ പോകുന്ന ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പൊ ഈ ആത്മാവ്, ഭഗവാന്റെ ശാശ്വത അംശമായ ആത്മാവും പരമാത്മാവും ഒന്നാണ് എന്ന് പറഞ്ഞു നടക്കുന്ന
ആൾക്കാരാണ്. കുറേ ആൾക്കാരുണ്ട് അല്ലേ, അവരുടെ അതിൻ്റെതായ സയന്റിഫിക് എവിഡൻസ് പോലെ കുറേ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു വെക്കുന്നത്. അവരാണ് മായാവാദികൾ എന്ന് പറയുന്നത്. മായാവാദികൾ, അതായത് നമ്മൾ ഭഗവാന് തുല്യമാകും. നമ്മൾ ഭഗവാന് തുല്യമാകുന്ന ആ ഒരു അവസ്ഥ എപ്പോഴെങ്കിലും ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മൾ എപ്പോഴെങ്കിലും ഭഗവാനാകും, ഏത് സ്റ്റേജിൽ എത്തിയാലും. ഇപ്പൊ നമുക്ക് കുംഭമേള തന്നെ എടുത്തു നോക്കാം. കുംഭമേളയിലെ എത്ര ലക്ഷക്കണക്കിന് സന്യാസി വര്യന്മാർ വരുന്നുണ്ട്. അവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് പോലും അറിയത്തില്ല അല്ലെ, അഘോരികളായിട്ടുള്ള ആൾക്കാർ അല്ലേ. അവർക്ക് വസ്ത്രമില്ല, ഒന്നുമില്ല. അവരിങ്ങനെ മുടിയെല്ലാം നീട്ടിയിട്ടിരിക്കുകയാണ്. 400 500 വയസ്സ് പ്രായമായ ആൾക്കാരാണ്. അവർക്കൊന്നും യാതൊരു ദുഃഖവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ ഏത് സമയത്ത്. അവർക്ക് ഭക്ഷണം ഒക്കെ, ജലപാനമൊക്കെ ചിലപ്പം മാസത്തിൽ ഒന്നൊക്കെ ഒരു തുള്ളി വെള്ളം കുടിച്ചാലൊക്കെ മതിയായിരിക്കും. അപ്പൊ അവർ ഭക്ഷണത്തെ ഇതിനെല്ലാം നിയന്ത്രിച്ച് സർവ്വതും സർവ്വസംഘ പരിത്യാഗിയായിട്ട് നടക്കുവാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കുംഭമേളയിൽ പോകുമ്പോഴത്തേക്കും കാണാം. അവരെവിടെയാണെന്ന് അറിയത്തില്ല. ഈ ഒരു സമയത്ത് അവർ കുംഭമേളയിലേക്ക് എല്ലാവരും വരുന്നു. അവർക്കൊക്കെ ഇഷ്ടമുള്ള സമയത്ത് അവരുടെ ജീവനെ പുറത്തു വിടാനായിട്ട് സാധിക്കും. എപ്പൊ നമ്മൾ വിചാരിക്കുന്നു ആ സമയത്ത് ജീവനെ പുറത്തു വിടാൻ പറ്റും. പക്ഷെ ജീവനെ അങ്ങനെ പുറത്തു വിടുന്നതിന് ആത്മഹത്യാപരമായ കാര്യങ്ങളാണ്. പക്ഷെ അവര് ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത്, ഇതുപോലുള്ള യോഗികൾ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നതും ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിലേക്ക് മാത്രമേ അവർക്ക് എത്തിച്ചേരാൻ പറ്റുന്നുള്ളൂ. ബ്രഹ്മജ്യോതിയിൽ എന്ന് പറഞ്ഞാൽ ആസ്വാദനം ഇല്ലാത്ത ഒരവസ്ഥ ഫീൽ ചെയ്യുന്ന സമയത്ത് വീണ്ടും ആസ്വദിക്കാനായിട്ട് ഈ ഭൗതിക ലോകത്തിലേക്ക് താഴ്ത്തപ്പെടുന്നു. ഭഗവാന്റെ ബ്രഹ്മജ്യോതിയിൽ വരെ മാത്രമേ അവർക്ക് ലാസ്റ്റ് പ്രവേശനം, അവിടം വരെ എത്താൻ പറ്റുള്ളൂ. അതിന് മുകളിലേക്ക് അവർക്ക് പോകാനായിട്ട് പറ്റത്തില്ല. നമ്മളപ്പോൾ എന്താണ് ചെയ്യുന്നത്? എലിവേറ്ററിലാണ്. കൃഷ്ണാവബോധത്തിലുള്ളവർ പോകുന്നത് എലിവേറ്ററിലാണ്. മറ്റവരൊക്കെ പോകുന്നത് എന്താണ്? എത്ര സ്റ്റെപ്പ് കയറിയാണ്? 100 സ്റ്റെപ്പ് അല്ലെങ്കിൽ 1000 സ്റ്റെപ്പ് കയറിയിട്ടാണ് ഡെസ്റ്റിനിയിലേക്ക് പോകുന്നത്. നമ്മൾ എലിവേറ്ററിൽ കയറിയാണ് പോകുന്നത്. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. നമുക്ക് വളരെ എളുപ്പമുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം ജപിച്ചാൽ മാത്രം മതി അല്ലേ. കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ചെയ്യുന്ന എത്ര വർഷത്തെ പ്രാക്ടീസിന് ശേഷമാണ് ഈ മൂലാധാരത്തിൽ നിന്ന് ഈ പറയുന്ന കുണ്ടലിനി ശക്തി ഉയർത്തിയിട്ട് സഹസ്രാരദള പത്മ എത്തിയിട്ട് ഇവിടെ നെറുകന്തല പൊട്ടിയിട്ട് ജീവൻ പോകുന്നത്. ഇപ്പൊ ദേ നാട്ടിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു, ഒരാൾ സമാധിയായെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും സമാധിയാകുമോ ഈ കലിയുഗത്തില്? അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആരും മോശമായിട്ട് പറയുന്നതാണെന്ന് വിചാരിക്കരുത്. നമുക്ക് കാണാൻ ബിഷപ്പുമാരെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കൊണ്ട് സമാധിയായെന്ന് പറഞ്ഞ് ഇരുത്തി അടക്കുന്ന കാണാറുണ്ട് അല്ലെ. ഇങ്ങനെ ഇരുത്തി കസേരയിൽ ഇരുത്തി അടക്കുന്ന കാണാറുണ്ട്. അപ്പൊ സമാധിയിലാകുന്ന ആൾക്കാരുടെ ജീവൻ പോകുന്നത് നമുക്കറിയാം. എല്ലാവർക്കും നെറുകന്തല പൊട്ടിയാണ് പോകുന്നത് അല്ലെ. തന്നെത്താനെ പൊട്ടിയാ പോകേണ്ടത്, അല്ലാതെ അടിച്ചു പൊട്ടിക്കല്ല ചെയ്യേണ്ടത്. ചിലരെ അടിച്ചു പൊട്ടിച്ച് കൊല്ലുന്നു ആൾക്കാരെ. സമാധിയാകാതെ വരുമ്പോൾ ആ പറഞ്ഞ സമയം കഴിയുമ്പോൾ സമാധിയായില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? അവരെ കൊന്ന് സമാധിയാക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണഗതിയിലുള്ള ആൾക്കാരുടെ ജീവൻ പോകുന്നത് ഈ പറയുന്ന നമ്മുടെ നവദ്വാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കൂടെ ആയിരിക്കും സാധാരണഗതിയിലുള്ള ആൾക്കാരുടെ ജീവൻ പോകുന്നത്. മറ്റുള്ള സമാധിയായവരെ എത്ര വർഷം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ മൂലാധാരം. നമുക്ക് ഈ മൂലാധാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മൾ ഒരേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു കീർത്തനത്തിൽ കൂടെ. പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. കേട്ടിട്ടുണ്ടോ എല്ലാവരും? ഉണ്ട്. അങ്ങനത്തെ ഈ പടി 6 ഏതൊക്കെയാണ്? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, ആജ്ഞ, വിശുദ്ധി, സഹസ്രാരദള പത്മ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുവാണല്ലേ. അപ്പൊ മൂലാധാരത്തിൽ നിന്ന് പ്രാണനെ ഉയർത്തി ഈ പറയുന്ന ഏതുവഴിയാണ് ഉയർത്തുന്നത്? ആടുപാമ്പേ പുനന്തേട് പാമ്പേ പുനരാനന്ദ കൂട്ടുകണ്ട് ആടുപാമ്പേ എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള ആ പാമ്പുകൾ 3 എണ്ണാണ് പാമ്പുകൾ. ഏതൊക്കെയാണ്? ഇട, പിങ്കള, സുഷുമ്ന. ഈ 3 നാഡികള് നട്ടലിനെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ് അല്ലെ. ഈ 3 നാഡികളിൽ കൂടെ നമ്മളുടെ ഈ ഊർജത്തിനെ മൂലാധാരത്തിൽ നിന്ന് എനർജി ഉയർത്തി 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 കൊണ്ടുവന്ന് നമ്മളുടെ ആ അവസാനത്തെ ചക്രത്തിൽ എത്തിക്കഴിയുമ്പോൾ അത് ഇവിടെയാണ്. ഈ ചക്രത്തിൽ എത്തിക്കഴിയുമ്പോഴത്തേനാണ് ഈ ആനന്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നത് സഹസ്രാരാം ഭുജാരൂഢ സുധാസാരാഭി വർഷിണി. ലളിതാ സഹസ്രനാമം പഠിച്ചിട്ടുള്ളവർക്കൊക്കെ തന്നെ അത് അറിയാൻ പറ്റും. സഹസ്രാരാം ഭുജാരൂഢ സുധാസാരാഭി വർഷിണി. സുധ വർഷിക്കുന്നു, അല്ലെങ്കിൽ അമൃതം വർഷിക്കുന്നു. അത്രമാത്രം ആസ്വാദനാണ്. 1000 ഇതളുള്ള താമര ഇങ്ങനെ കമഴ്ത്തിയിട്ടിരിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ആ ഒരു ചക്രം. ആ ഒരു ചക്രത്തിൽ വരെ എത്തിക്കും. ആ ഒരു ചക്രത്തിന്റെ താഴേക്ക് ഇങ്ങനെ 3 നാഡികൾ ആ ഒരു താമരപ്പൂവിന്റെ അവിടെ നിന്ന് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഈ മൂലാധാരത്തിൽ നിന്ന് അവിടം വരെ ഈ പ്രാണശക്തി എത്തിക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന പരമാനന്ദം, ആ പരമാനന്ദം ആസ്വദിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ കുംഭമേളയിൽ ചെന്നുമ്പോഴും കാണുന്നത്. അവർക്ക് പ്രത്യേകിച്ച് ഭൗതികമായിട്ട് ഒരു ആഗ്രഹങ്ങളും ഇല്ല. അവർക്ക് ഈ ജലപാനം നടത്തണമെന്നില്ല. വെറുതെ
ഒരു ഡ്രോപ്പ് വെള്ളം കൊണ്ടൊക്കെ അവർക്ക് മാസങ്ങൾ ജീവിക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലും ഒന്നും വല്ലപ്പോഴും കഴിച്ചാൽ മതിയായിരിക്കും. നമ്മളെപ്പോലെ 4 നേരം 5 നേരം വെട്ടി വിഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. യാതൊരു അസുഖങ്ങളും ഇല്ല. ഒരു വസ്ത്രവും ഇല്ലാതെ ഈ മഞ്ഞുകട്ടയ്ക്കകത്തിരുന്ന് തപസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളെ കൊണ്ട് പറ്റുമോ? ഞാൻ വൃന്ദാവനത്തിൽ പോകുമ്പോൾ ഇങ്ങനെ വിറച്ചിട്ടാണ് പോയത്. ഇപ്രാവശ്യം പോയി കഴിഞ്ഞ് കയ്യിലെല്ലാം ഗ്ലൗസും ഒക്കെ കയറ്റിയിട്ട് എന്താണ് കാലയിലൊക്കെ സോക്സ് ഇട്ടിട്ട് അങ്ങനെ ഇതാണ് ഞാൻ പോയത് അല്ലേ. ഇവർക്ക് അതേ 7-8 ഡിഗ്രി ഉള്ളപ്പോൾ ഐസായിട്ടില്ല. അപ്പൊ ഈ ഐസാകുമ്പോൾ 0 ഡിഗ്രി അതിലും താഴ്ന്നുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ, അതും ഒരു എന്താ പറയുക വസ്ത്രം പോലും ഇല്ലാതെ ജീവിക്കുന്ന ആൾക്കാർ എത്രമാത്രം നമ്മളെക്കാളും ഉയർന്നവരാണ്. പക്ഷെ അവർക്ക് എന്താണ് ഭക്തി ലതാ ബീജം എന്ന് പറഞ്ഞ ഭക്തിയുടെ ഒരു ഡ്രോപ്പ് കൊടുക്കുന്നില്ല ഭഗവാൻ അല്ലേ. അവരൊക്കെ ശിവയോഗികളാണ്. അപ്പൊ അവർക്ക് ഭക്തിയുടെ ആ ഒരു ഇത് ഭഗവാൻ എല്ലാവർക്കും ഭക്തി കൊടുക്കത്തില്ല എന്ന് കേട്ടിട്ടില്ല. ഭഗവാൻ ഭക്തി കൊടുക്കുന്ന വളരെ വിരളമായിട്ടുള്ള ആൾക്കാർക്കേ ഉള്ളൂ. വളരെ സൂക്ഷിച്ചും കണ്ടുവേ കൊടുക്കുള്ളൂ. കാര്യം ഭഗവാന്റെ കൈകളിൽ അത് സുരക്ഷിതമായിട്ട് ഭഗവാൻ വെച്ചിരിക്കുകയാണ് അല്ലെ. ഭക്തി അങ്ങനെ ആർക്കും അങ്ങ് കൊടുക്കരുത്. ഭഗവാൻ ഭയങ്കര പിശുക്കനാണ്. ഭക്തി കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ എന്താണ് അവരുടെ ദാസനായി മാറേണ്ടി വരും അല്ലെ. ഭക്തന്റെ എന്താണ് അടിമയായി മാറേണ്ടി വരും. അതുകൊണ്ട് ഭഗവാൻ കയ്യിൽ അങ്ങനെ സെക്യൂർ ചെയ്ത് വെച്ചിരിക്കുക. നമ്മളൊക്കെ ഭക്തരാണെന്നൊക്കെ അങ്ങ് വിചാരിച്ചു കഴിഞ്ഞാലും അല്ല, ഭക്തരല്ല. ശരിക്കുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല. ഭഗവാൻ അങ്ങനെ എല്ലാവർക്കും ഭക്തി കൊടുക്കാത്തതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ ഭക്തി തന്നിട്ടില്ല. നമ്മളൊക്കെ കുറച്ച് അഭിനയിക്കുകയാണ് ഭക്തരാണെന്ന് പറഞ്ഞല്ലേ. ശരിക്കുള്ള ഭക്തി അതല്ല. അപ്പൊ ആ ഒരു ഇത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഭഗവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇടം തിരിയുന്നു വലം തിരിയുന്നു അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു നോക്കി ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരുക. നമ്മളെ ഏത് സമയം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഭഗവാൻ ബാധ്യസ്ഥനാണ് അല്ലേ. അപ്പൊ നമ്മളുടെ ആ ഒരു ദാസ്യ ഭാവത്തിലേക്ക് ഭഗവാൻ എത്തിച്ചേരേണ്ട അവസ്ഥ വരുന്നതുകൊണ്ട് വളരെ ചുരുക്കം പേർക്ക് അതിനുവേണ്ടി ഭഗവാൻ കുറെ പരീക്ഷണങ്ങളൊക്കെ തരും. ആ പരീക്ഷണങ്ങൾ തരുന്ന സമയത്ത് ഭഗവാന്റെ മായയിൽ നമ്മൾ വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്തിമാർഗത്തിൽ നിന്ന് പമ്പ കടന്നോടും. നമ്മൾ ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ അതിജീവിച്ചാൽ മാത്രമേ ഭഗവാൻ ഭക്തി തരുള്ളൂ. ആ പരീക്ഷണങ്ങൾ അതിജീവിക്കാൻ പറ്റാത്ത എത്രയോ പേരെ നമ്മൾ കണ്ടല്ലേ. നമുക്ക് കുറച്ച് അസുഖങ്ങൾ വരിക, നമുക്ക് കുറച്ച് ആ, പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരിക, നമ്മൾ വിചാരിക്കും നമുക്ക് ആരും ഇല്ലല്ലോ എന്നുള്ള അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ ആശ്രയിക്കുന്നതിന് പകരം മറ്റു പലരെ ആശ്രയിക്കാൻ പോവുക. അവർ തരുന്ന ഉപദേശങ്ങളൊക്കെ കേൾക്കുക. അതൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വ്യതിചലിക്കുന്നു. ഓ, ഇവർ പറഞ്ഞതാണ് സത്യം, അല്ലെങ്കിൽ അവര് ചെയ്തതാണ് ശരി, ഞാൻ ഇത്രയും നാളും പഠിച്ചതും ഇത്രയും നാളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നല് നമ്മുടെ മനസ്സിൽ ഈ മായയെ കൊണ്ട് ഭഗവാൻ സൃഷ്ടിപ്പിക്കും. ആ സൃഷ്ടിപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ ആ മായയുടെ അടിമയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ കാര്യം ഈസി ആയി പോയി. ഇത് മായ പിടിച്ചോണ്ട് പോയി. അപ്പൊ ഇതിന് കുറച്ച് സമയം കൂടി എടുക്കും എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് എന്ന് ഭഗവാൻ വ്യക്തമാകും. ഏത് പ്രതിസന്ധികളിലും വ്യതിചലിക്കാത്ത ഭക്തി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ എത്ര പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, എന്റെ ഭഗവാൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്റെ ജീവനങ്ങ് എടുത്തോട്ടെ, ഭഗവാൻ തന്ന ശരീരം അല്ലെ, ഭഗവാന്റെ ഭാഗമായ ആത്മാവ്, ഭഗവാൻ അതിനെ അങ്ങ് എടുത്തുകൊണ്ട് പോകട്ടെ. ഏത് പരീക്ഷണങ്ങളിലും ഞാൻ അചഞ്ചലമായ ഭക്തി, ഞാൻ എന്റെ ഭക്തി വിടത്തില്ല. എത്ര പരീക്ഷണം നീ എനിക്ക് തന്നോ, നീ എന്നെ ജയിലിലടച്ചോ, നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് നിന്നിലുള്ള ഭക്തിക്ക് ഒരു വിശ്വാസം വരുന്നില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ കീഴ്പ്പെടുത്താനായിട്ട് എത്ര പേർക്ക് നമുക്ക് സാധിക്കും. നമുക്കൊരു മുട്ടേപ്പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചീത്ത പറയുന്നത് ഭഗവാനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഭഗവാൻ എന്ത് ചെയ്യുന്നു, മായയെ കൊണ്ട് ഭഗവാൻ വളരെ നിഷ്പ്രയാസം അങ്ങനെയുള്ളവരെ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നിന്ന് മാറ്റിയെടുക്കും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഭഗവാനെ കൂടെ ചേർത്ത് നിൽക്കുകയും ഏത് പ്രതിസന്ധിയിലും എത്ര പ്രതിസന്ധിയിൽ നമ്മൾ തരണം ചെയ്യാനായിട്ട് നമ്മളുടെ ആ ഒരു ശക്തി, നമ്മളുടെ ആ ഒരു ദൃഢനിശ്ചയം, അതായത് ഈ ഒരു പരീക്ഷണം എത്ര പേര് നമ്മുടെ വീട്ടുകാരും കുടുംബക്കാരും സ്വന്തക്കാരും എല്ലാവരും നമ്മളെ എതിർത്തോട്ടെ, പക്ഷെ നമ്മൾ എന്താണ് ഭഗവാന്റെ ഭക്തിയിൽ നിന്ന്, ഭഗവാന്റെ ഭക്തി നമ്മളെ വട്ട് കാണിക്കുക എന്നാണ് പറയുന്ന ആൾക്കാരല്ലേ. ഭഗവാന്റെ ഒരു ഭക്തി നമ്മൾ അമ്പലത്തിൽ പോവോ, ഒരു ശ്ലോകം ചെല്ലുവോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന വട്ടാന്നാണ് പറയുന്നത് വീട്ടിലുള്ളവരെല്ലാരും അല്ലേ. ഇവർക്ക് തലയ്ക്ക് തീരെ സ്ഥൂരമില്ല, എന്തൊക്കെയോ കാണിക്കുന്നു. പക്ഷെ ബാക്കിയുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണ്. ഈ ശരിക്കുള്ള വട്ട് കാണിക്കുന്നവരൊക്കെ നല്ലതാണ്. ഭഗവാന്റെ പേര് പറയുകയോ നാമം ജപിക്കുകയോ ക്ഷേത്രത്തിൽ പോകുകയോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഗീതയ്ക്ക് എന്തൊക്കെ പറ്റിയിട്ടുണ്ട് അല്ലേ, എന്തൊക്കെ സംഭവിച്ചു, എന്തോ പറ്റി അല്ലേ, എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് കാണിക്കേണ്ട സമയമായി കാണും എന്നൊക്കെ ആയിരിക്കും ഓരോരുത്തരും പറയുന്നത് അല്ലേ. അല്ലേ മാതാജി? അതുപോലെ നമ്മൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ ഇതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം, ഒരു ശ്ലോകം ഒന്ന് ചൊല്ലാം, അമ്പലത്തിൽ ചെന്ന് മനസ്സമാധാനം ഒരു ശ്ലോകം ഞാൻ എല്ലാവരും നമ്മളത് ഈ നോട്ടാ നോക്കുന്നത് അല്ലേ. ഇവക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, കാര്യമായ എന്തോ ഒരു തകരാറുണ്ട്, എന്താ പറ്റി, ആരണ്ടരയൊക്കെ കൂടെ ഇപ്പം പോകുന്നുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അതിന്റെ ഒരു പെശകുണ്ട് അല്ലേ.
ചിലപ്പോ ഒക്കെ എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇളകിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയാണ് ആൾക്കാര് നമ്മളെ കാണുന്നത് അല്ലെ. അപ്പം നമ്മൾ ഈ ഒരു അവസ്ഥയിലും പുച്ഛിച്ചു തള്ളുന്നവരുടെ അവസ്ഥയിലും നമ്മൾ സധൈര്യം നമ്മളുടെ പ്രവർത്തനത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നമ്മളുടെ ആ ഒരു ആ, അടിസ്ഥാനത്തിൽ നിന്ന് ഇളകാതെ നമ്മൾ ആരാണോ എന്നുള്ള ആ ഒരു വ്യക്തിത്വത്തിൽ നിന്ന് നമ്മൾ ഇളകാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ ഏതെല്ലാം രീതിയിൽ നമ്മളെ സഹായിക്കുമെന്ന് നമ്മൾക്ക് തന്നെ അറിയത്തില്ല. ഞാൻ ഇതൊന്നും ചെയ്യാഞ്ഞിട്ടും എനിക്കിത് ഇപ്പൊ ഭഗവാൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല 20 യുഗങ്ങളിൽ ആ, ചെയ്യാത്ത അത്രയും കർമ്മഫലം ഇവിടെ ജോലി. ഞാൻ 20 ദിവസമാണ് പോയത്. അത് 20 യുഗങ്ങളിലുള്ള ജോലി എനിക്ക് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പോയ അത്രയും ദിവസത്തെയും പുതിയതും എല്ലാം കൂടെ കൂടി. എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും തട്ടി വിടണ്ടേ? കാര്യം അതിന് മാത്രമുള്ള 24 മണിക്കൂർ നമുക്കുണ്ട്. അതിൽ 11 മണിക്കൂർ ഈ ജോലി സ്ഥലത്ത് പോകുന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇത് തീർക്കണം. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്ത് ചെയ്യും? നോക്കിക്കഴിഞ്ഞാൽ ബുദ്ധി അതൊന്നും പ്രവർത്തിക്കുന്നില്ല. കാര്യം അത്രയും ഹ്യൂജ് എമൗണ്ട് ഓഫ് വർക്ക് ബാക്കി വെച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? ചില കാര്യങ്ങൾ ഞാൻ ആലോചിക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ ഞാൻ എന്ത് ചെയ്തു? കൺഫർമേഷൻ കൊടുത്തു. പ്രൊസീഡ് കമ്പനിക്ക് $1-2 മില്യൺ ഒക്കെ നഷ്ടം വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ എന്ത് ചെയ്തു? കൺഫർമേഷൻ കൊടുത്തു. പ്രൊസീഡ് ദ വർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് തെറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജോലി പോകും, കമ്പനിക്ക് ഇത്രയും നഷ്ടവും വരും, അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇങ്ങനെ പറഞ്ഞ സാധനം പോലും ഭഗവാൻ അവസാന നിമിഷം അത് എന്താണ് എന്നെ കൊണ്ട് ഒന്നുകൂടെ അത് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടാക്കി അതിലെ തെറ്റ് കണ്ടുപിടിച്ചു അത് തിരുത്താനായിട്ട് എനിക്ക് സമയവും തന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മള് ഭഗവാന്റെ ഭക്തിത സേവനത്തിൽ നമ്മള് എന്താ പറഞ്ഞ് നമ്മൾ കാണിക്കുന്ന കുറെ അഭിനയമാണെന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. എന്നിട്ട് പോലും ഭഗവാൻ നമ്മളോട് കാണിക്കുന്ന മെർസി ഇങ്ങനെയാണ്. കാര്യം അല്ലെങ്കിൽ ഞാൻ അത് എന്ത് ചെയ്യാൻ 3-4 കാര്യങ്ങൾ എന്റെ സമയക്കുറവുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടു. പക്ഷെ അത് മില്യൺസ് നഷ്ടം ഉണ്ടാകുന്ന കാര്യങ്ങളായിരുന്നു. അത് എന്താണ് അവസാന നിമിഷം എങ്ങനെയെങ്കിലും ഒരു കാറ്റടിച്ചിട്ടാണെങ്കിൽ അങ്ങനത്തെ ഒരു ബോധം എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കി തന്നു. ഞാനത് എന്റെ കയ്യിൽ നിന്ന് വിട്ട സാധനം പോലും തന്നെ എനിക്ക് തിരിച്ചത് എനിക്ക് റിവ്യൂ ചെയ്യാനും അതിലെ തെറ്റ് കണ്ടുപിടിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നു. അത് ചിലപ്പം ചില വ്യക്തികളുടെ രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫോൺ കോളിലായിരിക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് വേറൊരാൾ, നമ്മളുടെ മുതിർന്ന ഒരാൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന ആ ഒരു രീതിയിലായിരിക്കാം. എങ്ങനെയാണെങ്കിലും സാഹചര്യം എത്തും. അപ്പൊ അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എപ്പോഴും നമുക്ക് ലാഭമേ ഉണ്ടാവുള്ളൂ. നേഹാഭിക്രമ എന്ന് പറഞ്ഞൊരു ശ്ലോകം ഉണ്ടല്ലേ, സ്വൽപമൽപസ്യ ധർമ്മസ്യ ത്രായതു മഹതോ ഭയാൻ എന്ന് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കാൻ പോകുന്നുള്ളൂ അല്ലെ. സ്വൽപമൽപസ്യ ധർമ്മസ്യ, നമ്മൾ സ്വൽപ്പം അല്പമൊക്കെ ധർമ്മം നമ്മൾ പരിപാലിക്കൂ. എന്താണ് ത്രായതോ മഹതോ ഭയാൻ, നമുക്ക് കിട്ടുന്ന നേട്ടം മഹതോ ഭയാൻ, വരാൻ പോകുന്ന വലിയ വിപത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷയാണ് നമുക്ക് തരാൻ പോകുന്നത്. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കും ഒരിക്കലും ഈ സമയം നഷ്ടമായി അല്ലെങ്കിൽ ഇത്രയും സമയം ഒന്നും ഒരാളും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം തന്നെ ലാഭവും അതുപോലെ തന്നെ എത്ര വലിയ ഭാഗ്യമാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ കൃഷ്ണബോധത്തിലേക്ക് വന്ന് ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്നത്. അതുകൊണ്ട് ഒരാളും യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരാൾ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ നമ്മളെ അപമാനിച്ചു അല്ലെങ്കിൽ അവർ നമ്മളെ പുച്ഛിച്ചു അല്ലെങ്കിൽ ഇതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കൃഷ്ണബോധത്തിൽ പോകുന്നവർക്കൊക്കെ തന്നെ ഭഗവാൻ ഭയങ്കര പരീക്ഷണങ്ങൾ കൊടുക്കുകയാണ്. പരീക്ഷണങ്ങൾ തരട്ടെ. നമ്മൾ എന്താണ് ഈ മടിച്ചിട്ട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാനിലേക്കുള്ള ദൂരം കുറയുകയാണെന്നല്ല അർത്ഥം. അല്ലെങ്കിൽ 1-2-3 ജന്മങ്ങളൂടെ എടുക്കേണ്ടി വരും അല്ലേ. ഈ കർമ്മം എന്തായാലും നമ്മൾ ഗജേന്ദ്രനൊക്കെ അനുഭവിച്ച് മുതല കടിച്ച് 1000 വർഷം കടിച്ചു കഴിഞ്ഞ് ഭഗവാൻ അങ്ങ് കൊണ്ടുപോയില്ലേ നേരിട്ട് വന്നിട്ട്. അപ്പൊ ഈ കർമ്മഫലങ്ങൾ തീരാതെ നമുക്ക് ഭഗവാൻ അടുത്തേക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഈ കർമ്മഫലങ്ങൾ അനുഭവിക്കാനായിട്ട് വീണ്ടും ജനിക്കേണ്ടി വരും. വീണ്ടും ജനിക്കുന്നതാണോ കർമ്മഫലങ്ങൾ അനുഭവിച്ച് തീരുന്നതാണോ? പക്ഷെ ഇതൊന്നും ദഹിക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധാരണക്കാർക്ക് പറ്റുന്നില്ല. അപ്പൊ ഭഗവാന്റെ ശാസ്ത്രം നമ്മൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് ആധികാരികമായി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ദഹിക്കാവുന്നേ ഉള്ളൂ. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിൽ കൂടി തന്നെ നമ്മൾക്ക് ഇത് മനസ്സിലാക്കാനായിട്ടുള്ള ബുദ്ധി ഭഗവാൻ തരും. അതുകൊണ്ട് ജപസിദ്ധിയിൽ കൂടെ നമ്മൾ അത് നേടിയെടുക്കുക, ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ്. അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഈ പറയുന്ന രാജാക്കന്മാരും എല്ലാവരും തന്നെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കുന്നതല്ല അല്ലെ, ഭഗവാന്റെ അംശമായതുകൊണ്ട്. അതുകൊണ്ട് അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഈ രാജാക്കന്മാരെ നീ കാണുന്ന അവരുടെ പേരിലല്ല, അവരുടെ ആത്മാവ് എന്ന് പറയുന്ന സാധനം
എന്ന് പറഞ്ഞാൽ എൻ്റെ, അതായത് ഭഗവാന്റെ അംശമല്ലേ. അപ്പം ഭഗവാൻ ഒരിക്കലും നാശമില്ലാത്തതുകൊണ്ട് ഈ ആത്മാവിനും നാശമില്ല, അവരെപ്പോഴും ഉണ്ടായിരുന്നു, അവരൊരിക്കലും മരിക്കുന്നവരല്ല എന്നുള്ള തത്വമാണ് ഭഗവാൻ പറഞ്ഞത്. തുടക്കത്തിൽ ഇത് ബ്ലാങ്ക് ആയിട്ട് തോന്നും, ഈ ഒരു തത്വം ഭഗവാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് വരുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് മനസ്സിലായി തുടങ്ങും. 13ാമത്തെ ശ്ലോകം വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. അപ്പൊ അതിന്റെ അർത്ഥം ഇത് പല പല ആചാര്യന്മാരിലും പല സ്ഥലത്തും കോടിയിട്ടുള്ള ശ്ലോകമാണ്. ഈ ശ്ലോകത്തിന്റെ നമ്പർ അടക്കം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് ആത്മാവിനെ പറ്റിയുള്ള ആ ഒരു ശാസ്ത്രത്തിന്റെ തുടക്കമാണ്. ഇവിടുന്നാണ് തുടങ്ങുന്നത് ആത്മശാസ്ത്രം തുടങ്ങുന്നത് ഭഗവാൻ. അപ്പൊ ഈ ഒരു ശ്ലോകം ഉദ്ധരിച്ച് നമുക്ക് പല സ്ഥലത്തും പല ആൾക്കാരും ചോദിക്കുമ്പോൾ നമുക്ക് ഇനി വരുന്ന ശ്ലോകങ്ങളെല്ലാം തന്നെ ആത്മാവിനെ പറ്റിയുള്ള കാര്യങ്ങളെ ഭഗവാൻ പറയുകയാണ്. അപ്പൊ അതെല്ലാം തന്നെ ഇമ്പോർട്ടന്റുമാണ്. അപ്പം ഇത് ആരാണ് വായിക്കുന്നത്? മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ. മാധവി രാധ മാതാജി മൈക്ക് ഓൺ ആക്കിയിട്ട് ഈ ശ്ലോകം വായിക്കാൻ പറ്റുമോ നോക്കി. 13ാമത്തെ. മാതാജി ഉറങ്ങുവാണെന്ന് തോന്നുന്നു. ശ്രീരഞ്ജിനി മാതാജി. ഞാൻ വായിക്കാം. വായിക്കാവോ? ഞാൻ വായിക്കാം പ്രഭുജി, ഞാൻ വായിക്കാം. എന്നാ ഉറക്കമല്ലാന്ന് വിചാരിക്കുന്നു. പറഞ്ഞോളൂ. ദേഹിനോസ്മി യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തി ധീരസ്തത്ര ന മുഹ്യതി. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി. ശ്രീരഞ്ജിനി മാതാജി. മാതാജി കേൾക്കുന്നുണ്ടോ? 13ാമത്തെ ശ്ലോകം 2ാം അധ്യായത്തിലെ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ചൊല്ലിക്കോട്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്തത് വിലാസിനി മാതാജി. ഒന്നും ഞാൻ ചൊല്ലിക്കോട്ടോ? ചൊല്ലിയില്ല. മാതാജി ചൊല്ലിയില്ലേ? വേറെ ആരോ ചൊല്ലി, ബാക്ക്ഗ്രൗണ്ടിൽ ചൊല്ലിയോണ്ട് ഞാൻ ചൊല്ലിയില്ല, നിർത്തിയോളൂ. മാതാജി ചൊല്ലിക്കോളൂ. മാതാജി ചൊല്ലിക്കോളൂ. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ. നമോ ഭഗവതേ വാസുദേവായ. ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജരാ തഥാ ദേഹാന്തര പ്രാപ്തിർ ധീരസ്തത്ര ന മുഹ്യതി. ഓം തത്സദിതി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അസ്മിൻ ദേഹേ, ഈ ദേഹത്തിൽ, ദേഹിന ദേഹിക്ക് അല്ലെങ്കിൽ ജീവന്, യഥാ എപ്രകാരമാണോ, കൗമാരം കൗമാരവും, യൗവനം യൗവനവും, ജര ജരയും, തഥാ അപ്രകാരമാണ്, ദേഹാന്തര പ്രാപ്തി അന്യദേഹത്തിലേക്കുള്ള പ്രവേശനം, തത്ര അതിൽ അക്കാര്യത്തിൽ, ധീര ധീരൻ, ന മുഹ്യതി മോഹിക്കുന്നില്ല. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദ്. ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം ഏതൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാകുന്നില്ല. അപ്പം ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കടക്കുന്നത് പോലെ മരണശേഷം മറ്റൊരു ശരീരത്തിലേക്ക് പ്രാപിക്കുന്നു. സമചിത്തനായ ഒരാൾക്ക് ഈ പരിണാമത്തെ പറ്റി സംഭ്രമം ഉണ്ടാകില്ല. അപ്പൊ നമ്മൾ സമചിത്തനാകേണ്ടത് ആവശ്യം വളരെ കൂടുതലാണ്. അപ്പൊ സമചിത്തനായ ഒരാൾക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യത്തെപ്പറ്റി സംഭ്രമം ഉണ്ടാകത്തില്ല. അതായത് ശരീരസ്ഥനായ ആത്മാവ് ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കും പിന്നെ വാർദ്ധക്യത്തിലേക്കും കിടക്കുന്നത് പോലെ, അപ്പൊ ശരീരത്തിനാണ് ഈ അവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത് അല്ലെ. ബാല്യം, കൗമാര്യം, വാർദ്ധക്യം ഇതൊക്കെ ഉണ്ടാകുന്ന ശരീരത്തിനാണ്. പക്ഷെ ആത്മാവിന് ഈ പറയുന്ന പോലെ വാർദ്ധക്യം ഉണ്ടാവുകയോ ഇല്ല. ആത്മാവ് നിത്യ യൗവനനാണ്, അജനാണ്, ശാശ്വതനാണ് നമ്മൾ പറഞ്ഞല്ലോ അല്ലെ. അപ്പം ഈ പറയുന്ന ഈ ഒരു കാര്യം, ശരീരത്തിന് ഈ അവസ്ഥ ബാല്യ കൗമാരം ഉണ്ടാകുന്നത് പോലെ തന്നെ ഈ പറയുന്ന ആത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു മരണശേഷം. ഭഗവാൻ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യമാണ് അല്ലെ.
അപ്പൊ നമ്മൾ ഈ ആത്മാവിനെ പറ്റി അംഗീകരിക്കാത്ത ഇപ്പോഴത്തെ സയന്റിസ്റ്റുകൾ ഒക്കെ തന്നെ ഈ ഗീതാശാസ്ത്രം ഒരു റെഫറൻസ് ആക്കി വെച്ചിട്ട് ഇത് അംഗീകരിക്കുകയേ മാർഗമുള്ളൂ അല്ലെ. കാര്യം നമ്മൾ മരണശേഷം നമ്മളുടെ ദേഹി ഈ ദേഹം വിട്ടിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് കിടക്കുന്നു. നമ്മളുടെ അവസ്ഥ യൗവനവും വാർദ്ധക്യമൊക്കെ വരുന്നതെന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ശരീരം വിട്ടിട്ട് ഈ പറയുന്ന ദേഹി മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു, മരണശേഷം മറ്റൊരു ശരീരം സ്വീകരിക്കുന്നു. ഇത് നമുക്ക് എങ്ങനെ തെളിയിക്കാം? എങ്ങനെയാണിത്? എങ്ങനെയെങ്കിലും നമുക്ക് പരീക്ഷിച്ച് ലാബറട്ടറി വെച്ചിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? ഇല്ലയോ? അപ്പൊ ഇതിനെപ്പറ്റി ഗരുഡ പുരാണമാണ് മരണശേഷമുള്ള കാര്യത്തെ പറ്റി പറയുന്നത്. ജനിക്കുമ്പം നമ്മളുടെ കാര്യങ്ങളെ പറ്റി പറയുന്നത് ഏത് പുരാണമാണ്? രാമായണത്തിലും ഭാഗവത്തിലൊക്കെ പറയുന്നുണ്ട്. രാമായണത്തില് നമ്മൾ സമ്പാദിയുടെ വാക്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ജനന സമയത്ത് ഒരു ദേഹി വന്നിട്ട് ഒരു ഗർഭത്തിലേക്ക് വന്നിട്ട് പ്രവേശിച്ച് കഴിഞ്ഞ് ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങൾ, കൃത്യമായിട്ടുള്ള മാറ്റങ്ങളും അതിനുശേഷം അത് പുറത്തേക്ക് വരാൻ നേരത്ത് ഭഗവാനുമായിട്ട് ചെയ്യുന്ന പ്രതിജ്ഞയും ഒക്കെ തന്നെ ആ ഒരു സമ്പാദിയുടെ വാക്യത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള രാമായണം വായിക്കുന്നവർക്കൊക്കെ തന്നെ അറിയാം അല്ലേ? എന്താണ്? നാരായണ സ്വാമി ഒഴിഞ്ഞ് മറ്റന്യനെ ഞാൻ ഭജിക്കില്ല എന്നൊക്കെ ഒരു തപസ്സൊക്കെ ചെയ്തിട്ടാണ് എന്താണ് ഭഗവാൻ ഈ പറയുന്ന ആ ഒരു ജീവാത്മാവിനെ അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് പോരാണ്ട് അനുവദിക്കുന്നത് അല്ലേ? പക്ഷെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇത് ഓർക്കുമോ? ഒരിക്കലും ഓർക്കുന്നില്ല. അതുകൊണ്ടല്ലേ നമ്മൾ വന്ന വഴി മറന്ന് ജീവിക്കരുതെന്ന് പറഞ്ഞു. വന്ന വഴി മറന്ന് ജീവിക്കാന്ന് പറഞ്ഞാൽ ഭഗവാനെ മറന്ന് ജീവിക്കാന്ന് അർത്ഥം. നമ്മൾ ഈ കൊടുത്ത പ്രതിജ്ഞ, ഭഗവാന് കൊടുത്ത പ്രതിജ്ഞ എത്ര പേര് പാലിക്കുന്നുണ്ട്? ഇല്ല. ഭഗവാൻ അതിനു വേണ്ടിയിട്ട് അതെല്ലാം മായ കാരണം മറന്നു പോകുന്നു. നമ്മുടെ കുറ്റമല്ല, മായ കാരണം മറന്നു പോകുന്നു. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഒരു സത്സംഗം അല്ലെ നല്ല വ്യക്തികളെ നമ്മുടെ അടുത്തേക്ക് വിടുന്നു നമുക്ക് ഇത് തരാൻ വേണ്ടിയിട്ട് അല്ലെ. നമ്മളപ്പോ എന്നിട്ട് നമ്മൾ അത് കണ്ട് മനസ്സിലാക്കി അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ആ ഒരു മാർഗം ഫോളോ ചെയ്തില്ല എങ്കിൽ നമ്മളുടെ തന്നെ മിസ്റ്റേക്കാണ്. നമ്മൾ മറന്നു പോകുന്നുള്ളൊരു വാസ്തവമാണ്. അത് ഭഗവാന്റെ എനർജി കാരണമാണ്. മായ എന്ന് പറഞ്ഞ എനർജി കാരണം തന്നെയാണ് ഇത് മറന്നു പോകുന്നത്. നമ്മളുടെ കുറ്റമല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. എന്നിരുന്നാൽ തന്നെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? അതിനു വേണ്ടിയിട്ടുള്ള ആചാര്യന്മാരെ വിടുന്നു. അതിനുള്ള എനർജി സ്പോർട്സിനെ നമ്മുടെ അടുത്തേക്ക് അയക്കുന്നു. ആ ആചാര്യന്മാരെ വിടുന്നു, സത്സംഗത്തിന്റെ രൂപത്തിൽ വരുന്നു. അങ്ങനെ പല രീതിയിലും നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടും നമ്മൾ അതിനെ തൃണവൽഗണിക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും എന്താണ് വന്ന വഴി മറന്ന് ജീവിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടും നമ്മൾ അത് പൂർണ്ണമായിട്ട് വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ ശരിക്കും വന്ന വഴി മറന്നാണ്. അപ്പോൾ ഒരു ജീവാത്മാവ് ഒരു അമ്മയുടെ വയറ്റിലേക്ക് ഒരു ജീവാത്മാവ് വന്ന് കയറുമ്പം മുതൽ, അപ്പൊ പുറത്തുനിന്നാണ് വന്ന് കയറുന്നത് അല്ലെ? പുറത്തുനിന്ന് എങ്ങനെ വന്ന് കയറുന്നു? അത് ഞാൻ ആ ഒരു രൂപാന്തരമൊക്കെ പറഞ്ഞാണ് എങ്ങനെയാണെന്നുള്ളത് അല്ലേ? ആ ഒരു രൂപാന്തരമൊക്കെ എങ്ങനെ നടക്കുന്നു എന്ന് ഞാൻ നേരത്തെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ വളരെ ഷോർട്ടാക്കി പറയാം, സമയക്കുറവായതുകൊണ്ട്. നമുക്ക് 1-2 ശ്ലോകങ്ങളിലൂടെ എടുക്കേണ്ടതാണ്, ആയതുകൊണ്ട് നമ്മൾ ഷോർട്ടായിട്ട് പറയാം. അങ്ങനെ ഒരു പുരുഷൻ ഭുജിക്കുന്ന ഭോഗങ്ങൾ അല്ലെങ്കിൽ ഭോജ്യങ്ങൾ നമ്മൾ പ്രകൃതിയിൽ നിന്നാണ് എടുക്കുന്നത്. പ്രകൃതി എന്താണ്? പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച സംഭവമാണ്. പഞ്ചഭൂതങ്ങൾ എന്താണ്? ഏതൊക്കെയാണ് പഞ്ചഭൂതങ്ങള്? അഗ്നിവായു ഭൂമി, ആകാശം, അഗ്നി, വായു, ജലം. അങ്ങനെ ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരമാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. അത് എങ്ങനെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? പ്രകൃതിയിൽ നിന്നാണ് കിട്ടുന്നത്. പ്രകൃതി എന്താണ്? പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് അല്ലെ? അപ്പം ആ സസ്യങ്ങളും അങ്ങനെയുള്ള ജീവജാലങ്ങളും ഒക്കെ എന്താണ്? ഈ പ്രകൃതിയിൽ നിന്ന് പഞ്ചഭൂതങ്ങളിൽ നിന്ന് കിട്ടുന്ന ഊർജമാണ് സംഭരിച്ച് വെച്ചിരിക്കുന്നത് അല്ലെ? അത് പഴങ്ങളുടെ രൂപത്തിലായാലും ചെടികളുടെ രൂപത്തിലായാലും ഇലകളുടെ രൂപത്തിലായാലും ഒക്കെ വന്ന് ആ പുരുഷൻ ഭുജിക്കുന്ന പുരുഷന്റെ രക്തത്തിന്റെ ഭാഗമായി മാറുന്നു. അതുപോലെ തന്നെ അത് തന്നെയാണ് ഈ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ആ ബീജം ഉത്ഭവിക്കുന്നത്. അങ്ങനെ ആ ഒരു ബീജം ഒരു സ്ത്രീയുടെ ശരീരത്തിൽ കയറി അതിനുശേഷം അവിടെ നിന്ന് നമ്മളുടെ കർമ്മഫലത്തിന്, അതായത് നമ്മൾ പറയില്ല പാപസാമ്യം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം, ജന്മശിഷ്ടം എന്നൊക്കെ പറയുന്ന സംഭവം, പാപസാമ്യത്തിന് അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ പിതൃലോകത്ത് എന്താണ് കാത്തിരിക്കുന്ന ജീവാത്മാക്കളുണ്ട്. ഒരുപാട് കാലങ്ങളായിട്ടില്ല ഒരു ശരീരം കിട്ടാനായിട്ട്. അവരുടെ ആ പ്രവൃത്തികൾക്ക് അവർക്ക് മിച്ചം വരുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ബാക്കി വരുന്ന, അല്ലെ സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞ സഞ്ചിയിൽ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഒരു സമയമാകുമ്പോൾ ആ ഒരു ജീവാത്മാവിന് ഈ ഒരു ഭ്രൂണത്തിലേക്ക് വന്ന് കയറാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ പുറത്തുനിന്ന് വന്ന് കയറുന്നതാണ്. ചില സമയത്ത്
കേറിയാൽ ജീവൻ നിലനിന്നു എന്ന് പറയും, ചില സമയത്ത് അത് അപ്പൊ തന്നെ പോകുന്നു, അവർക്ക് വീണ്ടും വിട്ടുപോകേണ്ടി വരുന്നു. കാര്യം അത് യോജിക്കാത്ത അവസ്ഥ വരുന്നു. കാര്യം അതും അവരുടെ ആ ഒരു സഞ്ചിത കർമ്മത്തിന്റെ ഫലമായിട്ട് തന്നെയാണ് ആ ജീവാത്മാവിന് ഈ ശരീരത്തിൽ നിൽക്കാൻ പറ്റുന്നതും ചിലപ്പം പോകുന്നതും. അങ്ങനെ ചില സമയത്ത് ഇടയ്ക്ക് വെച്ചിട്ട് ഗർഭം അലസി പോകുന്നു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ വീണ്ടും ആ ജീവാത്മാവിന് ജീവിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ആ ഭ്രൂണത്തിൽ കയറി ആ ജീവൻ പുറത്തുനിന്ന് വന്ന് കയറി, അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയുടെ വയറ്റിൽ കൂടെയുള്ള നമ്മളെ പ്രതിജ്ഞയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് പുറത്ത് വന്നു കഴിഞ്ഞ് നമ്മൾ മരിക്കുന്ന സമയമായി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മരിക്കുന്ന സമയമാകുമ്പോഴത്തേനും എന്താണ്, നമ്മുടെ ശരീരം എന്ത് ചെയ്യും? ദേഹി വിട്ടുപോയിട്ട് ദേഹം അവിടെ തന്നെ കിടക്കുന്നു ജഡമായിട്ടല്ലേ. അപ്പോൾ എന്താണ്, ഈ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഈ ശരീരം അത് വെറും ജഡമാണല്ലേ. നമ്മൾ 2-3 ദിവസം നമ്മുടെ സ്വന്തം അച്ഛനോ അമ്മയോ നമ്മുടെ ഭാര്യയോ മക്കളാണെങ്കിൽ പോലും 2-3 ദിവസം ഈ പറയുന്ന മോർച്ചറിയുടെ സഹായം ഇല്ലാതെ നമുക്കത് നമ്മുടെ മുൻപിൽ ഇട്ടുകൊണ്ട് നമ്മൾ ഇരിക്കും. ആരായെങ്കിലും എത്ര സ്നേഹമുള്ളവരാണെങ്കിലും അത് എന്താണ് മൂക്കും പൊത്തിയിട്ട് ഇതിനെ കൊണ്ട് അടക്കാൻ പറയത്തില്ലേ? അതിന്റെ കാര്യം എന്താണ്? അത് ജഡമാണല്ലേ, വെറും ജഡവസ്തുവാണ്. പഞ്ചഭൂതങ്ങളിൽ കൊണ്ട് നിർമ്മിച്ച സംഭവമാണ്. അതെന്താണ്, പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെ ലയിച്ചു പോരും. നമ്മൾ ഇത്രയും നാള് സ്നേഹിച്ച വ്യക്തി എന്താണ്, അത് വിട്ടുപോയി. അത് എന്തായിരുന്നു? ആത്മാവായിരുന്നു. ആ ആത്മാവ് ഈ ശരീരം വിട്ടുപോയി, പുറത്തേക്ക് പോയി. പിന്നെ 12 ദിവസം ദേഹി എന്ത് ചെയ്യുന്നു? ഈ ശരീരത്തിന്റെ അടുത്ത് തന്നെ പ്രേതമായിട്ട് നിലകൊള്ളുന്നു, പ്രേതാത്മാവായിട്ട് നിലകൊള്ളുന്നു. എന്നിട്ട് പുത്രൻ അർപ്പിക്കുന്ന എന്താണ് പിണ്ടദാനമൊക്കെ സ്വീകരിച്ചിട്ട് അത് 13ാമത്തെ ദിവസം തൊട്ട് യാത്ര തുടങ്ങുകയാണ്. 1 വർഷക്കാലം ഈ ഭൗതിക ലോകത്തിലെ 1 വർഷക്കാലം ആത്മാവിന്റെ ഒറ്റ ദിവസം കൊണ്ട് അത് എവിടെ ചെല്ലുന്നു? അത് യമലോകത്ത് എത്തിച്ചേരുന്നു. അങ്ങനെ ആ യമലോകത്ത് എത്തിച്ചേരുമ്പോൾ ഈ പിണ്ടദാനങ്ങൾ നമ്മൾ കൊടുക്കുന്നില്ലേ, ആ യമദൂതന്മാർക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ ഐമാന്റെ വാഹനം എന്താണ്? കാക്കയാണ് അല്ലെ. അതുകൊണ്ട് കാക്കയ്ക്കൊക്കെ പിണ്ടദാനം കൊടുക്കുന്നില്ലേ. അപ്പൊ പുത്രൻ കൊടുക്കുന്ന പിണ്ടദാനത്തിന്റെ ഫലമായിട്ട് അവർക്ക് കിട്ടുന്ന ശിക്ഷ കുറഞ്ഞു കിട്ടുന്നു. അങ്ങനെ യമലോകത്ത് നിന്ന് ചിത്രഗുപ്തൻ ഈ വലിയ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കിൽ അടിച്ചു കയറ്റി വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം വായിക്കുന്നു അല്ലെ. നമ്മൾ ഇങ്ങനെ കണ്ണടച്ചിട്ട് പൂച്ച പാല് കുടിക്കുന്ന പോലെ ചെയ്ത എല്ലാ പാപകർമ്മങ്ങളും അവിടെ ചെല്ലുമ്പോഴത്തേന് അതെല്ലാം വെളിവാകും അല്ലെ. നമ്മൾ പലതും ആരും കണ്ടില്ലല്ലോ അല്ലെ. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ആരും കണ്ടില്ല എന്ന് പറഞ്ഞാൽ പല പ്രവൃത്തികൾ അഷ്ടദിക് പാലകന്മാര് സാക്ഷിയാണ്. നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് സാക്ഷിയാണ് എല്ലാത്തിനും അല്ലെ. നമ്മുടെ മനസാക്ഷി അല്ലെങ്കിൽ പരമാത്മാവ് സാക്ഷിയാണ്. നമ്മൾ ആരും കണ്ടില്ല എന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും പലരും സാക്ഷിയാണ് അതിനല്ലേ. നമ്മൾ ആരെയാണ് മറയ്ക്കാൻ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരെയും മറയ്ക്കാൻ സാധിക്കില്ല. കാര്യം നമ്മളുടെ ഉള്ളിലുള്ള ഹൃദയത്തിലിരിക്കുന്ന പരമാത്മാവ് സർവ്വതിനും സാക്ഷിയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ പിതൃലോകത്തുനിന്ന് ഈ പറയുന്ന പിതൃലോകത്തു നിന്നല്ല, യമലോകത്തു നിന്ന് ഈ പറയുന്ന ശിക്ഷകളൊക്കെ വിധിക്കുന്നു. 28 നരകങ്ങളിൽ പോയി നരകയാതങ്ങൾ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ടുള്ള പ്രവൃത്തികളുടെ ഫലമെല്ലാം അനുഭവിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കുറെ അവിടെ നിന്ന് ബാക്കി വെക്കുന്നു. ഭഗവാന് മെർസി കൊണ്ട് അല്ലേ, ഭഗവാന് മെർസി കൊണ്ട് അത് മുഴുവൻ അനുഭവിച്ച് തീരാനുള്ള ത്രാണിയില്ല. അപ്പൊ നമ്മൾ നോക്കും, ശരീരമില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ വേദനകളൊക്കെ അനുഭവിക്കുന്നത്? ശരീരം വേണോ നമുക്ക് വേദന അനുഭവിക്കാനായിട്ട്? നമ്മുടെ ഈ പ്രാണനാണ്, ഈ പ്രാണൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് വേദന അറിയുന്നത് അല്ലെ. നമ്മളുടെ ഈ അവബോധം അല്ലെങ്കിൽ ഈ പ്രാണൻ ഉള്ളത് കൊണ്ട്. പ്രാണൻ ഇല്ലാത്ത ജഡം, നമ്മൾ അവിടെ ഒരു ശവശരീരത്തെ വെട്ടിക്കീറി മുറിച്ച് അതിന് എന്ത് പറ്റാനാണ്? ഒന്നും അറിയുന്നില്ല അല്ലെ. ശവശരീരത്തിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന് വല്ലതും അറിയാൻ പറ്റുമോ? ഇല്ല. നമ്മള് ശവമായി കഴിഞ്ഞ് എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനൊന്നും അറിയാൻ പറ്റത്തില്ല അല്ലെ. അപ്പൊ ഈ വേദന മുഴുവൻ ഉണ്ടായിരുന്ന ഇതിന് അവബോധത്തിനാണ്. ഈ അവബോധവും മനസ്സ്, ബുദ്ധിയും, വിദ്യാഹങ്കാരം ഇതുകൊണ്ടാണ് ഈ ആത്മാവിന് കൂടെ പോയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ പറയുന്ന സൂക്ഷ്മ ശരീരത്തിനാണ് ഈ പറയുന്ന യാതനാ ശരീരം എന്നും പറയും. ഈ യാതനകളിൽ മുഴുവനും പീഡനങ്ങൾ 28 നരകങ്ങളിൽ ഈ ചാട്ടവാറടി കൊള്ളേണ്ടതെല്ലാം എന്താണ്? ഈ പറയുന്ന യാതനാ ശരീരം നല്ലപോലെ വേദന എടുക്കും. എന്നിട്ട് ഇപ്പൊ ഭഗവാൻ എന്ത് ചെയ്യുന്നു? മെർസി കൊണ്ട് അവർക്ക് ഇനി അടുത്ത ജന്മം പോയി ഏതെങ്കിലും ഒരു യോനിയിൽ പോയി ജനിച്ചിട്ട് നീ പോയി ഇതിന്റെ ബാക്കി നീ അനുഭവിച്ചോ. ഈ ജന്മം അനുഭവിച്ച് തീരാണ്ട് നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു ജന്മം കൊടുക്കാനുള്ള പെർമിഷൻ കൊടുത്താൽ ബാക്കി ഒരു സഞ്ചിയിൽ തൂക്കിയിട്ട് ഈ കർമ്മഫലം കൊണ്ട് പിതൃലോകത്തേക്ക് തള്ളപ്പെടുന്നു. പിതൃലോകത്ത് തള്ളപ്പെട്ട് അവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഉണ്ടാക്കി ജന്മജന്മാന്തരങ്ങളായിട്ട് കാരണവന്മാർ കൊണ്ടുവന്ന സ്വത്ത് മകൻ അവിടെ നിന്ന് വെള്ളം അടിച്ചിട്ട് വിറ്റ് കുടിക്കുന്നു. അവൻ ആഭാസത്തരം കാണിക്കുന്നു. അതെല്ലാം കൂടെ കാണിക്കുമ്പോൾ ഈ ജീവാത്മാവൻ, ഈ പിതൃവിന് അവിടെ ഇരുന്നുണ്ടാകുന്ന ആ ഒരു ബുദ്ധി, അവന്റെ നെഞ്ച് പൊട്ടുവാണ്. പിതൃവിന് 2 കൊടുക്കണമെന്നുണ്ട്. കൊടുക്കാൻ പറ്റുമോ? ശരീരമില്ലാതെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് മുഴുവൻ ഇരുന്ന് അനുഭവിച്ച് അവിടെ ഉരുകുവാണ് ആ പിതൃ അവിടെ ഇരുന്നിട്ട്. അതാണ് പിതൃക്കന്മാരുടെ സ്വത്ത്. പിതൃദോഷം നമ്മൾ നോക്കുമ്പോഴൊക്കെ കാണുന്നത്. പിതൃക്കന്മാരുടെ സ്വത്ത് എടുത്ത് നമ്മൾ അതും ഇതും ചെയ്യുമ്പോഴത്തേനും അവർക്ക് അവിടെ ഇരുന്ന് സഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പിതൃവിനൊരു ശരീരം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ്
പുന്നാകം എന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പുത്രൻ എന്ത് ചെയ്യണം? നല്ല കർമ്മങ്ങൾ ചെയ്യണം, പിതൃവിന് അവിടെ നിന്ന് ഒരു ശരീരം കിട്ടാനായിട്ട്. എത്രയും പെട്ടെന്ന് പിതൃവിന് യോജിച്ച അദ്ദേഹത്തിന്റെ കർമ്മഫലങ്ങൾ ഇനി ബാക്കിയുണ്ടല്ലോ കുറച്ച് സഞ്ചിത കർമ്മം, ഈ സഞ്ചിക്കകത്ത് കിടക്കുന്ന കർമ്മത്തിന് പാകമായിട്ടുള്ള ഒരു ശരീരം ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. ഒരു ഒരു എന്താണ്, ഒരു പിറവി എടുക്കണം അല്ലേ? ഇതിന് പാകമുള്ള ഒരു ശരീരം കിട്ടുന്നിടം വരെ അത് അത്രയും നാൾ അവിടെ അലയേണ്ടി വരും. അപ്പൊ നമ്മൾ അത് എത്രയും പെട്ടെന്ന് അവർക്ക് ഒരു ശരീരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന എന്താണ് വർഷാവർഷം നമ്മൾ ഈ പോകുന്ന പിതൃപൂജകൾ ചെയ്യുന്നത് അല്ലേ? അവർക്കൊരു ശരീരം കിട്ടി എത്രയും വേഗം അവർ വേറൊരു ശരീരം കിട്ടിയാൽ തന്നെ അവിടെയും നല്ലത് വരണമെങ്കിൽ, അവിടെയും അന്നം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന നമ്മുടെ പുത്രനും അതുപോലെയുള്ള ആൾക്കാരും ജീവിച്ചിരിക്കുന്നവർ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടിയിട്ട് നല്ലത് ചെയ്യണം അല്ലേ? അപ്പൊ അങ്ങനെ എന്താണ് ഈ പറയുന്ന ശരീരം, ഒരു ശരീരം വിട്ടിട്ട് മറ്റൊരു ശരീരം മാറുന്നു എന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും ഈ സയന്റിഫിക്കലായിട്ട് തെളിയാൻ പറ്റാത്ത കാരണം നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതേപടി അംഗീകരിക്കുകയേ നിവൃത്തിയുള്ളൂ. ഇത് എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു ലാബറട്ടറിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ആയതുകൊണ്ട് സയന്റിസ്റ്റ് ആത്മാവിന്റെ ശാസ്ത്രത്തെ പറ്റി ഒരിടത്തും പറയുന്നില്ല. പദാർത്ഥങ്ങളെ പറ്റി മാത്രമേ സയൻസിൽ പറയുന്നുള്ളൂ. ഈ പറയുന്ന ആത്മാവിന്റെ ശാസ്ത്രം മനസ്സിലാകണമെങ്കിൽ ഭഗവത്ഗീത പഠിക്കണം. ആത്മാവ് എന്താണ്, അതിന്റെ സ്വഭാവ സവിശേഷതകൾ, ആത്മാവും ശരീരവും ഒന്നാണോ? ശരീരവും ആത്മാവും ഒന്നാണോ? അല്ല, രണ്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ രണ്ട് സാങ്കേശാസ്ത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് രണ്ടും വ്യത്യസ്തമാണ് അല്ലെ? ശരീരവും ആത്മാവും. അതുപോലെ തന്നെ ജീവാത്മാവും പരമാത്മാവും ഒന്നാണോ അതോ രണ്ടാണോ? ഒന്നാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാണ്. എങ്ങനെയാണ് ഒന്ന്? ഗുണത്തിലൊന്നാണ്, അളവിൽ രണ്ടാണ്. ഭഗവാന്റെ പരമാത്മാവിന്റെ അംശമാണ്. അതെ. അപ്പൊ ഈ ഒരു ശാസ്ത്രത്തിന് എന്താണ് പറയുന്നത്? ഈ ഒരു തത്വത്തെ എന്താണ് പറയുന്നത്? ഞാൻ ഇപ്പൊ പറഞ്ഞ തത്വത്തെ അചിന്യ ഭേദ അഭേദ തത്വം. ഹരി ബോൾ. മാതാജി ഓർത്തിരുന്നു. മാതാജിക്ക് ഒരുപാട് താങ്ക്സ്. അചിന്യ അഭേദ തത്വം അല്ലെ? ജീവാത്മാവും പരമാത്മാവും ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാണ്. എങ്ങനെയാണ് ഒന്ന്? ഗുണത്തിൽ ഒന്നാണ്. രണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാണ്. എന്താണ്? അളവിൽ ജീവാത്മാവ് അണുവും പരമാത്മാവ് വിഭുവുമാണ്. നമ്മൾ ഒരു കടലിലെ ഒരു തുള്ളി ഉപ്പുവെള്ളം, ഭഗവാൻ എന്താണ്? പരമാത്മാവ് എന്താണ്? മഹാസമുദ്രത്തിലെ ഉപ്പുവെള്ളം അല്ലെ? രണ്ടിനും രുചി എന്താണ്? ഗുണം എന്താണ്? ഉപ്പ്. ഞാന് എന്ന് പറയുന്ന എന്റെ ജീവൻ എന്താണ്? 1 ഗ്രാം സ്വർണമാണെങ്കിൽ ഭഗവാൻ പരമാത്മാവ് ഒരു സ്വർണ്ണ ഖനിയാണ് അല്ലെ? ഇതാണ് നമ്മളുടെ വ്യത്യാസം. ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാണ്, എന്നാൽ ഒന്നല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല. അപ്പൊ അത് അങ്ങനത്തെ തത്വമാണ് അചിന്യ ഭേദഭേദ തത്വം ചൈതന്യ മഹാപ്രഭു വിഭാവനം ചെയ്തത്. പക്ഷെ ശങ്കരാചാര്യർ കൊണ്ടുവന്ന തത്വം എന്തായിരുന്നു? ഏത് തത്വമാണ് കൊണ്ടുവന്നത്? അദ്വൈതം. അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടല്ല, ദ്വൈതമല്ല. ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്ന ദ്വൈത സിദ്ധാന്തമാണ് കൃഷ്ണബോധക്കാര്. ശങ്കരാചാര്യ സിദ്ധാന്തം അദ്വൈതികളെല്ലാം മായാവാദികൾ ഫോളോ ചെയ്യുന്നതിന് എന്താണ്? അദ്വൈതം. രണ്ടല്ല, ഒന്നാണ്. ജീവാത്മാവും പരമാത്മാവും എന്താണ്? എപ്പോഴും എന്താണ്? ഒന്നാകുന്ന ഒരു അവസ്ഥ എത്തും എന്നാണ് അവർ പറയുന്നത്. ഒരിക്കലും ഒന്നാകത്തില്ല എന്ന് നമുക്ക് മനസ്സിലാകാം അല്ലെ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ആ വൃന്ദാവനത്തിൽ പോയപ്പോഴത്തേന് എനിക്ക് ഒന്നാകുന്ന ഒരു സാഹചര്യം ഉണ്ട്. എനിക്ക് ആ ഗോവർദ്ധന എടുത്ത് ഉയർത്താമായിരുന്നല്ലോ എന്റെ കൈ കൊണ്ട്. എനിക്ക് നടന്നു പോലും പോകാൻ പറ്റിയില്ല. ഞാൻ ഓട്ടോയിലാണ് പ്രദക്ഷിണം ചെയ്തത്. എന്തുകൊണ്ട് എനിക്ക് പറ്റിയില്ല നടന്നു പോകാനായിട്ട് പറ്റാഞ്ഞത്? ഞാൻ ഈശ്വരനാണെങ്കിൽ, ഞാൻ പരമാത്മാവ്, ഞാൻ തുല്യമാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ടൊന്ന് നടന്നൊരു പരിക്രമം വെക്കാനായിട്ട് എന്നെ കൊണ്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. നമുക്ക് ഒരിക്കലും ഭഗവാനുമായിട്ട് ഒരു കാര്യത്തിലും തുല്യത ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ മായാവാദികൾ ഇത് അംഗീകരിക്കത്തില്ല. അവരൊരുപാട് ശാസ്ത്രവും അതും ഇതൊക്കെ പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അപ്പൊ ഇവിടെ പറയുന്ന ഈ ദ്വൈത അല്ലെങ്കിൽ സാഖ്യശാസ്ത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആത്മാവിന്റെ ആ ഒരു യാത്രയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതിന്റെ ഭാവാർത്ഥം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? രതി ദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: ഓരോ ജീവസത്തെയും ഓരോ വ്യക്തിഗത ജീവാത്മാവാകയാൽ നിമിഷം തോറും ശരീരം രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ കുട്ടിയായിട്ടും യുവാവായിട്ടും വൃദ്ധനായിട്ടും കാണപ്പെടുന്നു.
എന്നാൽ ആത്മാവ് മാറ്റമില്ലാതെ നിലകൊള്ളുന്നു. ഈ ജീവാത്മാവ് മരണാനന്തരം പുതിയൊരു ശരീരം എടുക്കുന്നു. അടുത്ത ജന്മത്തിൽ അതിന് തീർച്ചയായും ആത്മീയമോ ഭൗതികമോ ആയ മറ്റൊരു ശരീരം ഉണ്ടാകും. അങ്ങനെ ഇരിക്കെ അത്രയധികം ഉത്കണ്ഠ കൊള്ളുന്ന ഭീഷ്മ ദ്രോണാദികളുടെ മരണത്തെപ്പറ്റി അർജുനൻ വിലപിക്കേണ്ടതില്ല. മറിച്ച് പഴകിപ്പോയ ശരീരങ്ങൾക്ക് പകരം പുതു ചൈതന്യം ഉൾക്കൊള്ളുന്നവയെ അവർക്ക് സ്വീകരിക്കാൻ കഴിയും എന്നതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾക്ക് അനുയോജ്യമായി വിവിധ സുഖഭോഗങ്ങളും ക്ലേശങ്ങളും അനുഭവിക്കാൻ ഇടതരുന്ന ഇത്തരം ദേഹാന്തര പ്രാപ്തികൾ ഒന്നുകിൽ ഭീഷ്മർക്കും ദ്രോണർക്കും അവർ മഹാന്മാരായതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ആത്മീയമായ ശരീരം ലഭിക്കും. അല്ലെങ്കിൽ ഉപരിലോകങ്ങളിൽ ഉത്കൃഷ്ടമായ ഭൗതിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിന് ഉതകുന്ന ശരീരമെങ്കിലും ലഭിക്കും. എങ്ങനെയായാലും ദുഃഖിക്കാനില്ല. ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മീയ പ്രകൃതി എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ ധീരൻ അഥവാ സമചിത്തതയുള്ള ആൾ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരാൾക്ക് ശരീര പരിണാമങ്ങളെ പറ്റി വ്യാമോഹമുണ്ടാവില്ല. ഹരേ കൃഷ്ണ. ജീവാത്മാവിനെ ഹരേ കൃഷ്ണ. ഈ ഒരു ഇത് അടിവരയിട്ട് വെച്ചോളൂ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ജീവാത്മാവ്, പരമാത്മാവ്. നമ്മളിപ്പം കണ്ടു അല്ലെ, ജീവാത്മാവ് പരമാത്മാവ് തമ്മിലുള്ള വ്യത്യാസമൊക്കെ അല്ലെ. ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ മായ, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ത്രിഗുണങ്ങളുടെ ാൽ അധിഷ്ഠിതമായ ഭൗതിക പ്രകൃതി. പിന്നെ ആത്മീയ പ്രകൃതി, ഭഗവാന്റെ ആത്മീയ പ്രകൃതി, രാധാറാണി. അങ്ങനെ എന്നിവയുടെ വ്യവസ്ഥയെക്കുറിച്ച് പൂർണ്ണമായ അറിവ് നേടിയ വ്യക്തിയെ ധീരൻ എന്ന്, അല്ലെങ്കിൽ സമചിത്തതയുള്ള ആളെന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായിട്ട് അറിയാവുന്ന ആളെയാണ് ധീരസ്തത്രനം മുഹ്യതി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തിയാണ് ധീരൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ആൾക്ക് ശരീര പരിണാമങ്ങളെ പറ്റി വ്യാമോഹം ഉണ്ടാകാൻ സാധ്യതയില്ല. വ്യാമോഹം ഒരിക്കലും ഉണ്ടാകുകയില്ല. അതായത് ശരീര പരിണാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ജീവൻ വിട്ട്, ഒരു ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോകും എന്നുള്ള അതിനെപ്പറ്റിയൊന്നും അദ്ദേഹം വ്യാകുല ചിത്തനല്ല. അങ്ങനെയുള്ള ഒരു ധീരനായിട്ടുള്ള വ്യക്തി. കാര്യം ഇത് എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള ശാസ്ത്രം അദ്ദേഹം മനസ്സിലാക്കി ഇരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെപ്പറ്റിയുള്ള യാതൊരു വ്യാകുല ചിന്തകളും ഇല്ല. തുടർന്ന് വായിച്ചോളൂ. ജീവാത്മാവിനെ തുണ്ടുകളാക്കി വിഭജിക്കാൻ സാധ്യമല്ല എന്ന കാരണത്താൽ അതിനെക്കുറിച്ചുള്ള മായാവാദികളുടെ അദ്വൈത സിദ്ധാന്തം സ്വീകാര്യമല്ല. ജീവവ്യക്തികളെ വിഭജിച്ചെടുക്കുന്നത് പരമാത്മാവിന് തന്നെ പരിണാമം ആരോപിക്കലാവും. ഇത് പരമാത്മാവ് പരിണാമത്തിന് വിധേയമല്ലാത്തതാണെന്ന തത്വത്തിന് വിരുദ്ധമാകുന്നു. ഗീത പ്രഖ്യാപിക്കുന്നത് പോലെ പരമസത്തയുടെ അംശങ്ങൾ ശാശ്വതങ്ങളത്രേ. ഭൗതിക പ്രകൃതിയിലേക്ക് താഴാൻ പ്രവണതയുള്ളത് കൊണ്ട് അവയെ അക്ഷരങ്ങൾ എന്ന് വിളിക്കുന്നു. ഈ അംശങ്ങൾ എന്നെന്നും മുക്തിക്ക് ശേഷവും വ്യക്തിഭാവത്തോടെ തന്നെ ഇരിക്കും. പരമ ദിവ്യോത്തമ പുരുഷനോടുകൂടി ജ്ഞാനവും ആനന്ദവും തികഞ്ഞ ശാശ്വത ജീവിതമായിരിക്കും അതിനുശേഷം അവരുടേത്. എല്ലാ ശരീരത്തിലും കുടികൊള്ളുന്ന പരമാത്മാവിനെ പ്രതിഫലന സിദ്ധാന്തം വഴി വിവരിക്കാം. അദ്ദേഹം ജീവാത്മാവിൽ നിന്ന് വ്യത്യസ്തനാണ്. വെള്ളത്തിൽ കാണുന്ന ആകാശത്തിന്റെ പ്രതിബിംബം സൂര്യചന്ദ്രന്മാരെയും നക്ഷത്രങ്ങളെയും ഉൾക്കൊള്ളുന്നു. നക്ഷത്രങ്ങൾ ജീവാത്മാക്കളെ പോലെയാണ്. പരമാത്മാവിനെയാണെങ്കിൽ സൂര്യനോടോ ചന്ദ്രനോടോ ഉപമിക്കാം. ഇവിടെ അംശീകമായ ജീവാത്മാവ് അർജുനനെ പ്രതിനിധീകരിക്കുന്നു. പരമാത്മാവ് ശ്രീകൃഷ്ണ ഭഗവാനും. അവരെ ഒരേ നിലയിൽ ഗണിക്കാൻ പാടില്ല. ഇത് 4-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അർജുനനും കൃഷ്ണനും ഒരേ നിലയാണുള്ളതെങ്കിൽ, അഥവാ കൃഷ്ണൻ അർജുനനേക്കാൾ ഉത്കൃഷ്ടനല്ലെങ്കിൽ അവരുടെ ഗുരുശിക്ഷ ബന്ധത്തിന് യാതൊരു അർത്ഥവുമില്ല. ആ രണ്ടുപേരും മായാമോഹിതരാണെന്നിരിക്കെ ഒരാൾ ഗുരുവും മറ്റൊരാൾ ശിഷ്യനുമാകേണ്ടതില്ലല്ലോ. മായാബദ്ധനായ ഒരാൾക്ക് ആധികാരികമായ ഉപദേഷ്ടാവാകാനുള്ള അർഹതയില്ല. അത്തരത്തിലുള്ള ഉപദേശങ്ങൾ നിരർത്ഥകങ്ങളുമാണ്. ഈ പരിതസ്ഥിതിയിൽ സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ മായാമോഹത്തിൽപ്പെട്ട ജീവാത്മാവായ അർജുനനേക്കാൾ സമുത്കൃഷ്ടനാണെന്നതിൽ സംശയത്തിനിടയില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് കണ്ടത്? ഇവിടെ ജീവാത്മാവായിട്ട് നമ്മൾ ഈ കാണുന്നത് അർജുനനെയാണ്, പരമാത്മാവായിട്ട് ഭഗവാനും. ഇവര് തമ്മിൽ ഒരിക്കലും തുല്യരല്ല. അപ്പൊ ആ ഗുരു ശിഷ്യ ബന്ധം, ഗുരു ശിഷ്യനും ഒരിക്കലും തുല്യനല്ല. ഗുരു എപ്പോഴും എന്താണ് ശിഷ്യനേക്കാളും ഒരു ശ്രേഷ്ഠ പദവി വഹിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് ഇതുപോലെ ഉപദേശങ്ങൾ നൽകാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മായാബദ്ധനായ ഒരാൾക്ക്
ആധികാരികമായ ഉപദേഷ്ടാവാകാനുള്ള അർഹതയില്ല. അപ്പം മായയാൽ ബന്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരാൾക്ക്, ഇപ്പൊ ഗുരു എന്ന് പറയുന്ന ആള് മായയ്ക്ക് അതീതനായിരിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കുള്ളൂ നമുക്ക് ആധികാരമായിട്ട് ഉപദേശം നൽകാനായിട്ട് പറ്റുള്ളൂ. അല്ലാത്ത ഈ മായാബദ്ധനായിട്ടൊരു ഒരാൾക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഉപദേശങ്ങൾ തരുന്ന നിരർത്ഥകങ്ങളാണ്. അപ്പോൾ സർവേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ മായാമോഹത്തിൽ പെട്ട ജീവാത്മാവായ അർജുനനേക്കാൾ സമുത്കൃഷ്ടനാണെന്നതിൽ സംശയത്തിന് ഇടയില്ല എന്നിവിടെ ശ്രീല പ്രഭുപാദർ അടിവരയിട്ട് പറയുന്നു. അടുത്ത ശ്ലോകം നോക്കാനുള്ള സമയമുണ്ടോ? നമുക്ക് നോക്കാം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ നിത്യ സ്ഥാംസ്തസ്തിശ്വസഭാരതാം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദ ആഗമാപായിനോ നിത്യ സ്ഥിതിശ്വസഭാരതാം. ഹരേ കൃഷ്ണ. സൂര്യ മാതാജി. മാത്ര സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാ ആഗമാപായിനോ നിത്യാം താം സ്ഥിതിക്ഷസ്വ ഭാരത. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ ഇതിന്റെ ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ശ്രീല പ്രഭുപാദ്: കൗന്ദേയ, ഹേ കുന്തിപുത്ര, മാത്ര സ്പർശാസ്തു ഇന്ദ്രിയ അവബോധങ്ങളാകട്ടെ ശീതോഷ്ണ സുഖ ദുഃഖത, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയെ ഉണ്ടാക്കുന്നവയും ആഗമപായിന വന്നും പോയി ഇരിക്കുന്നവയും അനിത്യ അനിത്യങ്ങളും ഭാരത അല്ലയോ ഭാരത താൻ അവയെ തിതിശ്വസ നീ സഹിക്കണം. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയശ്രീല പ്രഭുപാദ്: ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെയത്രേ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് ഇവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പ്രകൃതിയിലുള്ള ഈ പറയുന്ന കാലാവസ്ഥകളല്ലേ, ശീതവും ഉഷ്ണവും അങ്ങനെയൊക്കെയുള്ള കാലങ്ങൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മളുടെ എന്താണ് ഈ ക്ഷണികങ്ങളാണ് അല്ലേ. ഒരു 2-3 മാസം ശീതകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉഷ്ണകാലം വരും. ഉഷ്ണകാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴക്കാലം വരും. ഇത് മഴയാണെങ്കിൽ മഴ തന്നെ എന്നൊരവസ്ഥയില്ല, പിന്നെ അത് മാറി കുറച്ച് ആകുമ്പോഴത്തേക്കും കാലാവസ്ഥയൊക്കെ മാറി വരും. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഏറ്റക്കുറച്ചിലുകളും ദുഃഖവും സുഖവും എല്ലാം വന്നും പോയിക്കൊണ്ടേയിരിക്കും. ഒന്നുകിൽ സുഖം തന്നെ എന്ന് പറഞ്ഞൊരവസ്ഥ ഇല്ല, എന്നാൽ ദുഃഖം തന്നെ എന്ന് പറഞ്ഞൊരവസ്ഥയില്ല. ഈ പരിണാമങ്ങളാണല്ലോ നമ്മളുടെ ഒരു ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുവന്നത് അല്ലേ. എപ്പോഴും സുഖം എന്നൊരവസ്ഥ അത് നമുക്കൊരു വ്യക്തിക്ക് ഉണ്ടാകത്തില്ല. ഏത് അംബാനിയുടെ വീട്ടിലാണെങ്കിലും അവർക്കെല്ലാം തന്നെ വ്യാധിയും ആദിയും ഉറക്കം നേരെ ചൊവ്വെ വരുന്നില്ല അല്ലേ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഈ വ്യത്യസ്തതകൾ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിന്റെ ആൻസർ പറയാനുള്ളത്? ഓരോരുത്തർക്കും എനിക്കുള്ളതുപോലെയല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും അല്ലേ. നമ്മുടെ മുന്നിലുള്ളവർക്കും, നമ്മളുടെ ഇരട്ട കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ വേറെയാണ്. കണ്ടാലൊക്കെ ഒരുപോലെ, ജനിച്ച ഗ്രഹനില ഒരുപോലെ, വിവാഹം കഴിച്ചു വിടുന്ന 2 വീട്ടിലേക്കാണെന്ന് വിചാരിക്കുക. അത് കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഗ്രഹനില വെച്ചിട്ട് ഇവർക്ക് ഒരേ അനുഭവം ആണ് അല്ലെ. ഗ്രഹനില വെച്ചിട്ട് ജ്യോത്സ്യൻ എന്താണ് 2 പേർക്കും വ്യത്യസ്തങ്ങളായിട്ട് അനുഭവം എഴുതാൻ ഒരു ജ്യോത്സ്യനെ കൊണ്ടും ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു ജ്യോത്സ്യനെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ജ്യോത്സ്യം പഠിച്ചുകൊണ്ട് എനിക്കറിയാം. കാര്യം ഒരേ ഗ്രഹസ്ഥിതി എങ്ങനെ 2 ഫലം എഴുതാൻ പറ്റും? പിന്നെ എന്താണ് ഇവർക്ക് 2 പേർക്ക് 2 ഫലങ്ങൾ ഉണ്ടായത്? കാര്യം 2 ജീവാത്മാക്കളാണ് അല്ലെ. 2 ജീവാത്മാക്കൾ 2 സ്ഥലത്ത് നിന്ന് വന്ന് കയറി അല്ലെ. അത് ആ ജീവാത്മാവ് കൊണ്ടുവന്ന കുറേ കർമ്മങ്ങളെല്ലാം അനുഭവിച്ച് തീർക്കാനുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരാളുടെ ഭർത്താവ് എന്താണ് വൈധവ്യത്തിനിടയാകും, ഒരാൾക്ക് ഭർത്താവ് ഉണ്ടാകും. ചിലപ്പോൾ ഒരാൾക്കൊരു കുട്ടികളെ ഉണ്ടാകത്തില്ലായിരിക്കും, ഒരാൾക്ക് കുട്ടികൾ ഉണ്ടാകും. ഇങ്ങനെ പറയുന്ന ഈ ഫലങ്ങൾ തിരിച്ചറിയാനായിട്ട് എന്താണ് ഈ ഇരട്ട കുട്ടികളുടെ കാര്യത്തിൽ സാധ്യമല്ല. എന്തുകൊണ്ട് ഈ വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം നമ്മളെല്ലാം വ്യത്യസ്തങ്ങളായ ജീവാത്മാക്കളാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, പല സ്ഥലത്തിൽ നിന്ന് വന്നു. നമ്മൾ ഒരു വെയിറ്റിംഗ് ഷെഡിൽ കുറച്ച് നാൾ ബസ് കാത്ത് നിൽക്കുന്നു. നമ്മൾ ഓരോരുത്തരും ബസ് വരുമ്പോൾ നമ്മൾ പോകുന്നു ഓരോരോ സ്ഥലങ്ങളിലേക്ക്. പല സ്ഥലത്തു നിന്ന് വന്നു, വെയിറ്റിംഗ് ഷെഡിൽ ബസ് നോക്കിയിരുന്നു. നമുക്ക് ഓരോരുത്തർക്കുള്ള നമ്മുടെ സ്ഥലത്തേക്ക് പോകാനുള്ള ബസ് വന്ന് നമ്മൾ അതിൽ കയറിപ്പോയി. ആ ഒരു കുറച്ച് സമയത്ത് വെയിറ്റ് ഷെഡിൽ നിന്നപ്പം വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചോദിക്കാം, നിങ്ങൾ എവിടെ പോകുന്നു, എവിടെ നിന്ന് വരുന്നു. അത്രേ സമയമുള്ള ഒരു വീട്ടിലുള്ളൊരു സംഗമം എന്ന് പറയുന്നത്. നമ്മളുടെ പുത്രമിത്രാദി കളത്ര ഈ പറയുന്ന സംഗമം അത്രയേ ഉള്ളൂ. നമ്മളത് രാമായണത്തിൽ ഈ ഒരു ശ്ലോകം ഉണ്ടായിരുന്നു. ഏതാണെന്ന് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും?
പാന്തർ പെരുവഴി അമ്പലം ഹരി പോലെ ഹരി ബോൾ. പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ണങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. എന്താണ് പാന്തർ പാന്തർ എന്ന് പറഞ്ഞാൽ വഴിപോക്കർ, പെരുവഴി അമ്പലം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഷെഡ്. പെരുവഴി അമ്പലം താന്തരായി ഒറ്റയ്ക്ക് വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ എന്താണ് വിയോഗം വരും പോലെ അല്ലെ, താന്തരായി കൂടി വിയോഗം വരും പോലെ നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ. വെള്ളപ്പൊക്കത്തില് ഈ പറയുന്ന ഒരുപാട് മരങ്ങളും തടികളും ഒക്കെ ഇങ്ങനെ വെള്ളപ്പൊക്കത്തിൽ ഈ നദിയിൽ കൂടെ വരും അല്ലെ. ചില സമയത്ത് എവിടെയെങ്കിലും ഒന്ന് കൂട്ടിയിടിക്കും. അത് കഴിഞ്ഞ് സമുദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ്, ഒരിക്കലും അത് തമ്മിൽ സംഗമിക്കുന്നേ ഇല്ല, യാതൊരു ചാൻസും ഇല്ല. പ്രോബിലിറ്റി 0 എന്ന് നമുക്ക് വേണേൽ പറയാം, അല്ലെ 0യേക്കാളും താഴ്ന്ന പ്രോബിലിറ്റി ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ ആലയ സംഗമം എന്ന് പറയുന്നത്. വളരെ കുറച്ച് സമയമുള്ളൂ അല്ലേ. അപ്പൊ ഈ ഒരു കുറച്ച് സമയമാണ് നമ്മൾ എന്താണ് വലിയൊരു സമയമാണെന്ന് കരുതി നമ്മൾ ഈ ശരീരത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ ദുഃഖങ്ങളും എല്ലാം, ഈ ശരീരം ഞാൻ, എൻ്റെ കൊച്ച്, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ, എൻ്റെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ പറയുന്ന ഈ ദുഃഖത്തിനെല്ലാം നമ്മൾ കാരണം, നമ്മൾ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ ഈ ശരീരത്തെ പറ്റി കൂടുതൽ നമ്മൾ ചിന്തിച്ചു. ഒരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യം പറഞ്ഞു, ഒരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല. ഒരു മുട്ടപ്പനിയാണ്, നമ്മൾ അതും പറഞ്ഞുകൊണ്ട് നടക്കും അല്ലേ. നമ്മൾ പ്രാർത്ഥനയിലേക്കുള്ള കോൺസെൻട്രേഷൻ പോകുന്ന നമ്മളുടെ അത്രയാണ്, നമ്മളെല്ലാം ഇങ്ങനെ അറ്റാച്ച്ഡ് ആണ് ഈ പറഞ്ഞ ഭൗതിക പ്രകൃതിയുടെ ആ ഒരു കരങ്ങളിൽ നമ്മൾ ഇങ്ങനെ പിടിക്കപ്പെട്ട് ഇങ്ങനെ മുറുക്കെ പിടിച്ച് അവർ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഈ 2ാമത്തെ അധ്യായത്തിൽ ഈ ആത്മാവിന്റെ ആ ഒരു ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞ് നമ്മളിത് മനസ്സിലാക്കണം. നമ്മൾ ആരാണ് എന്നും നമ്മൾ എവിടെ നിന്ന് വന്നു എന്നും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇവിടെ വന്നെന്നും നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നും നമ്മൾ ഈ ഒരു സമയത്തിൽ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പ്രത്യേക ഡെസ്റ്റിനിലേക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം ഈ ഒരു അധ്യായത്തിൽ കൂടിയെങ്കിലും. അപ്പൊ അങ്ങനെ ഈ ഇന്ദ്രിയാനുഭൂതികളിൽ നിന്ന് ഉണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, ഈ പറയുന്ന നമുക്ക് വരുന്ന സുഖദുഃഖങ്ങളെ ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആ വിഷയങ്ങളെ നമ്മൾ പുറത്ത് വെക്കണം അല്ലെ. വിഷയങ്ങളെ നമ്മൾ പുറത്ത് കാണണം, നമ്മൾ അതിന് പുറത്തുനിന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സുഖവും ദുഃഖവും ഒക്കെ തന്നെ നമ്മൾ പുറത്തിറക്കി നിർത്തണം. എന്നിട്ട് നമ്മൾ ഇതിനെ നോക്കി കാണുന്ന രീതിയിലേക്ക് നോക്കണം. നമ്മളുടെ പുറത്താണ് ഇത് ബാധിക്കുന്നത്, നമ്മളെ ഇത് ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരു വ്യക്തി ഇതിനെ നോക്കി കാണാനായിട്ട് പഠിക്കണം. കാര്യം എന്താണ്, ശീത ഉഷ്ണം വരുന്ന പോലെ അതിങ്ങനെ പോവുകയും വരികയും ചെയ്യും. സ്ഥിരമല്ല, ഒന്നും സ്ഥിരമല്ല. നമ്മുടെ ഈ ശരീരം സ്ഥിരമല്ല, നമ്മളുടെ ഈ പറയുന്ന വീട് സ്ഥിരമല്ല, ഈ പറയുന്ന രാജ്യം സ്ഥിരമല്ല, നമ്മളുടെ ഈ ഭൂമി സ്ഥിരമല്ല, ഈ പറയുന്ന ബ്രഹ്മാണ്ട സ്ഥിരമല്ല. പിന്നെ നമ്മൾ എന്തിനെ ഓർത്തിട്ടാണ്, അത് ഇന്നൊരു ദുഃഖം ഉണ്ടായി, അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കൊള്ളു. ഇന്നെന്റെ കയ്യിൽ ഒരു മുറിവുണ്ടായി, ഞാനത് മരുന്ന് വെച്ച് കെട്ടി വെച്ചു, നാളെ അത് മാറി. എല്ലാ കാലത്തും ഈ മുറിവ് ഇങ്ങനെ നിലനിൽക്കുമോ? ഇല്ല, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ മാനസികാവസ്ഥ ചേഞ്ച് ചെയ്യാണ്. നമ്മളുടെ വീട് മാറുന്നില്ല, വീട്ടുകാർ മാറുന്നില്ല, ഒന്നും മാറുന്നില്ല, നമ്മളുടെ മാനസികാവസ്ഥ മാത്രമേ മാറുന്നുള്ളൂ. അതാണ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിച്ചു തരുന്ന പ്രധാനപ്പെട്ട തത്വം. നമ്മളുടെ മാനസികാവസ്ഥ മാത്രമേ മാറുന്നുള്ളൂ. അപ്പം ഭാവാർത്ഥം ആരാണ് വായിക്കുന്നത്? രാധിക മാതാജി. ഹരേ കൃഷ്ണ. 14 അല്ലേ പ്രഭു? ഹരേ കൃഷ്ണ. അതെ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. തന്റെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകുന്ന ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും സഹിക്കാൻ ഒരാൾ പഠിക്കണം. കൊടും തണുപ്പുള്ള മാഘമാസത്തിലും, അതായത് ജനുവരി ഫെബ്രുവരി, പ്രാതസ്നാനം ചെയ്യണമെന്നാണ് വൈദിക നിയമം. വലിയ തണുപ്പുള്ള കാലമാണിത്. എങ്കിലും മതപ്രമാണങ്ങളിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഒരു വ്യക്തി പ്രാതസ്നാനത്തിനു വിസമ്മതിക്കുന്നില്ല. വേനൽ ചൂട് ഏറ്റവും അസഹ്യമാകുന്ന മെയ് ജൂൺ മാസങ്ങളിലും കുടുംബിനികൾ അടുക്കള പണി നടത്തുന്നു. കാലാവസ്ഥ മൂലമുണ്ടാകുന്ന അസൗകര്യങ്ങളെ വകവയ്ക്കാതെ ഓരോരുത്തരും സ്വന്തം കടമ നിറവേറ്റേണ്ടതുണ്ട്. അതുപോലെ യുദ്ധം ചെയ്യുക എന്നത് ക്ഷത്രിയരുടെ ധർമ്മമാണ്. സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ യുദ്ധം ചെയ്യേണ്ടി വന്നാലും തന്റെ നിയത കർമ്മങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. വിജ്ഞാന വേദിയിലേക്ക് ഉയരാൻ വേണ്ടി ഒരാൾ തനിക്ക് വിധിക്കപ്പെട്ട ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കുക തന്നെ വേണം. ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമേ മനുഷ്യന് മായാബന്ധങ്ങളിൽ നിന്ന് മുക്തിയുള്ളൂ. അർജുനനെ സംബോധന ചെയ്യാൻ ഉപയോഗിച്ച 2 പേരുകളും ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നു.
കൗന്ദേയ എന്ന പദം മാതൃഭാഗത്തിൽ നിന്നുള്ള രക്തബന്ധത്തെയും ഭാരത എന്ന പദം പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള മഹാത്മ്യത്തെയും സൂചിപ്പിക്കുന്നു. രണ്ടു വിധത്തിലെ മഹനീയമായ പാരമ്പര്യമാണ് അദ്ദേഹത്തിൻ്റെത്. ആ മഹനീയ പൈതൃകം ശരിയായ കൃത്യനിർവഹണത്തിനുള്ള ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, ഹരി ബോൽ. അപ്പം ആ ഭഗവാൻ സൂചിപ്പിക്കുന്ന ഓരോ വാക്കുകൾക്കും അതേ സമയത്ത് ഉപയോഗിക്കുന്ന ഓരോ പദങ്ങൾക്കൊക്കെ തന്നെ കൗന്ദേയ, ഭാരത എന്നൊക്കെ പറയുന്നതിനൊക്കെ തന്നെ അർത്ഥമുണ്ട്. അല്ലെങ്കിൽ അർജുനൻ ഭഗവാനെ വിളിക്കും, ചില സമയത്ത് മാധവ എന്ന് വിളിക്കും, ചില സമയത്ത് കേശവ എന്ന് വിളിക്കും, മധുസൂദന എന്ന് വിളിക്കും. അതുപോലെ അർജുനനെ ഗുഡാകേശ എന്ന് വിളിക്കും. അതുപോലെ അങ്ങനെ പരന്തവ എന്ന് വിളിക്കും, ഇങ്ങനെ തിരിച്ചു വിളിക്കും. അങ്ങനെ ഇവര് ഓരോ സമയത്ത് യൂസ് ചെയ്യുന്നത് ശ്രീല പ്രഭുപാദർ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. ഇങ്ങനെ ഈ പദങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിന് അതിൻ്റെതായ അർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ വെറുതെ അല്ല ഇത് പറയുന്നത്, അല്ലേ? അപ്പം ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവനായതുകൊണ്ട് ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയായിട്ടും മനസ്സിലാക്കണം. അതായത് ഏതൊരു കാലാവസ്ഥയിലും എന്താണ് നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട നിത്യകർമ്മങ്ങളൊക്കെ തന്നെ ചെയ്യണം എന്നുള്ള കാര്യം ഈ പാർപ്പൂട്ടിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, അല്ലേ? പ്രാതകാലത്തുള്ള സ്നാനം. അപ്പം നമ്മൾ ഈ കാലാവസ്ഥ മാറി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 12-1 മണി വരെ കിടന്നുറങ്ങിയേക്കാം. വെള്ളിയാഴ്ചയാണ് ഇന്ന്, ഓഫീസും ജോലിയൊന്നും ഇല്ല, ഒരു 12-1 മണി വരെ കിടന്നുറങ്ങിയേക്കാം, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുന്ന നേരത്തെ കിടന്നങ്ങ് ഉറങ്ങിയേക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് ആരിൽ നമ്മളോട് ചോദിക്കുമോ, അങ്ങനെ എവിടെയെങ്കിലും പാവാണെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ ശാസ്ത്ര എവിഡൻസ് കാണിക്കുക എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഉത്തരങ്ങളൊന്നും പറയാണ്ട് സാധിക്കത്തില്ലല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ആചാര്യന്മാരും ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളത് അനുസരിക്കുക, അല്ലെ? അനുസരിക്കുക, നമ്മളത് അനുവർത്തിക്കുക. അതല്ലാതെ അതിനെ ചോദ്യം ചെയ്തിട്ട് അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കും, ഞാനൊന്ന് കിടന്നു നോക്കട്ടെ, അങ്ങനെ അതിനെ വെല്ലുവിളിക്കുക അല്ല നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത 15ാമത്തെ ശ്ലോകം ഇവിടെ എടുത്തിട്ട് പെട്ടെന്ന് നിർത്താം. യം ഹിന വ്യതയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. യം ഹിന വ്യതയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ഹരേ കൃഷ്ണ. രാധാമാതാജി, മാതാജി. യം ഹിന വ്യതയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പുരുഷർഷഭ, ഹേ പുരുഷശ്രേഷ്ഠ, സമദുഃഖ സുഖം, സുഖദുഃഖങ്ങളെ ഒരുപോലെ കരുതുന്നവനായി ധീരനായി ഇരിക്കുന്ന യാതൊരു പുരുഷനെ ഏതേ ഇവ ന വ്യഥയന്തി, ദുഃഖിപ്പിക്കുന്നില്ലയോ, സ അവൻ അമൃതത്വായ മോക്ഷത്തിന് കൽപ്പതയെ കൽപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ യോഗ്യനായി ഭവിക്കുന്നു. വിവർത്തനം ജയശ്രീല പ്രഭുപാദ്. അല്ലയോ നരോത്തമ, അല്ലെങ്കിൽ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടില് സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അതായത് സുഖവും ദുഃഖവും അനുഭവകാലം ഓർത്താൽ സമമിഹ നാരായണ ജയ. കേട്ടിട്ടുണ്ടോ? ഏത് ശ്ലോകമാണത്? കയ്യിൽ വരുന്നത് കൊണ്ടു ദിനങ്ങൾ കഴിക്ക ഫലം പുനരിച്ഛിക്കൊല്ല. ഇതാണോ? കൈവരുമാകിലും ഇന്ദ്രന്റെ പദം എന്തിനു തുച്ഛം നാരായണ, അതാണോ? അതല്ല, ഏതാണെന്ന്? പിന്നെ സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ. അതിന് മുൻപത്തെ എന്താണ്? പല്ലവി എന്താണ്? കരളിൽ വിവേകം കൂടാതെ അല്ല. കയ്യിൽ വരുന്നത് കൊണ്ട് ദിനങ്ങൾ കഴിക്ക ഫലം പുനരിച്ഛിക്കൊല്ല, കൈവരുമാകിലും ഇന്ദ്രന്റെ പദം എന്തിന് തുച്ഛം നാരായണ ജയ എന്നാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് അതല്ല, വേറെ ഏതാണ്? കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം മുക്തി വരൂ. അല്ല, അതുമല്ല. ഞാൻ മറന്നുപോയി. എന്ത് ചെയ്യാനാ, എനിക്ക് നല്ല ഓർമ്മ കിട്ടണ്ട, മറന്നുപോയി. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ. അതായത് സുഖവും ദുഃഖവും എന്താണ്? ഒരുപോലെയാണ്, അല്ലെ? അതിന്റെ കാലാവധി എന്ന് തുല്യമാണ്. അതായത് ഇത്ര പ്രത്യേകിച്ചൊരു
സുഖം മാത്രം കൂടുതൽ, ദുഃഖം മാത്രം കൂടുതൽ, അങ്ങനെയൊന്നുമില്ല. അതെല്ലാവർക്കും എന്താണ്, നമ്മളിപ്പം താമസിക്കുന്ന വലിയ ബംഗ്ലാവിൽ താമസിക്കുന്ന അല്ലെങ്കിൽ വലിയ സൗകര്യത്തിലാണ് താമസിക്കുന്ന ആൾക്കാണെങ്കിലും, അതുപോലെ തന്നെ ഏത് മോശമായിട്ടുള്ള ജീവിക്കുന്ന ആൾക്ക്, കടത്തിണ്ണയിൽ കിടക്കുന്നവർക്കും സുഖം ഉണ്ടല്ലേ, അവർ നല്ല സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നു. പക്ഷെ വലിയ ബംഗ്ലാവിൽ കിടന്ന ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അവരെന്താണ്, ഗുളികകൾ വാങ്ങിച്ച് കഴിച്ചാൽ പോലും അവർക്ക് ഉറക്കം വരാത്ത അവസ്ഥയാണ് അല്ലേ. അതുപോലെ ഇടവും വലവും വേലക്കാരികളെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സുഖമില്ല. മറ്റവരെന്ത് ചെയ്യുന്നു, കടത്തിണ്ണയിൽ ഒരു പുതപ്പ് പോലും ഇല്ല, സുഖമായിട്ട് കിടന്നുറങ്ങുന്നു അല്ലേ. അപ്പൊ ഈ ഒരു വ്യത്യാസം അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു വ്യത്യാസം എന്താണ്, സുഖ ദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ, ഒരിക്കലും സുഖവും അത് ദുഃഖത്തിൽ കോപം നമ്മൾ കൊണ്ട് അസ്വസ്ഥനാകരുത്. ശപിക്കരുതായിരുന്നു എന്നാൽ അല്ലെ? സമനില കൈവിടാതെ വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. നമുക്ക് ഈ അടുത്ത നാള് കണ്ടു, നമ്മളുടെ ചില ആൾക്കാർക്കൊക്കെ തന്നെ ശരിയാണ്. ഡിവോട്ടീസിന്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് ദുഃഖം കൂടി കഴിയുമ്പോഴത്തേന് അവരുടെ സമനില കൈവിടാനായിട്ട് തുടങ്ങിയ അവസ്ഥകളൊക്കെ ഉണ്ടായി. ഞാൻ ഒരുപാട് ദുഃഖിച്ച് ഞാൻ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ആർക്കും അങ്ങനെ ഒരു സമനില കൈവിടാതെ പോകരുത്. നമ്മൾ ഡിവോട്ടികളാണ്, ഇത്രയും നാൾ നമ്മുടെ കൂടെ നിന്നിട്ട് എന്താണ്, ഒരു ദുഃഖം വന്ന സമയത്ത് അവർക്ക് അതൊരു താൽക്കാലികമാണ്, 1-2 മാസം ഒന്ന് ക്ഷമിക്കുക, ഈ ഒരു ദുഃഖത്തിന് അറുതി ഉണ്ടാകും, അത്ര പോലും അവർക്ക് അത് ക്ഷമിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകാത്ത ഒരു സ്ഥിതി വന്നു. എന്നിട്ട് അവര് സമനില കൈവിട്ട് അവര് ചെയ്യരുതാത്ത പ്രവൃത്തികളെ ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു അല്ലെ. ഭഗവാൻ അത് കൊണ്ട് എത്തിച്ചു എന്ന് വേണം പറയാൻ. കാര്യം എന്താണ്, ഇവരുടെ ആ ഒരു ഇത് ഭഗവാൻ എന്ന് പരീക്ഷിക്കുകയാണ് അല്ലെ. ഭഗവാൻ എന്ന് പറയാൻ പറ്റത്തില്ല, മായ പരീക്ഷിക്കുന്നതാണ് അല്ലെ. ഭഗവാന്റെ ഭക്തി സേവനത്തിൽ ഇവർ യോഗ്യരാണോ ഇല്ലയോ എന്ന് ഒന്ന് പരീക്ഷിക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്താണ്, ആ പരീക്ഷണത്തിന് നമ്മൾ അടിമയായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം തീർന്നു അല്ലേ. നമുക്ക് പിന്നെ കര കയറാണ്ട് വലിയ പാടാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഈ ഒരു ശ്ലോകം നമ്മൾ അപ്പം മനസ്സിൽ ഓർക്കണം അല്ലേ. സുഖദുഃഖങ്ങളിൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാതെ വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റേ ശ്ലോകം മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. കോപം കൊണ്ട് ശപിക്കരുതായിരുന്നു ഭഗവൻ മയമെന്നോർക്ക സമസ്തം. അത് തന്നെ സുഖവും മാതാജി ദുഃഖവും കൃത്യമായിട്ട് പറഞ്ഞു. സുഖവും കോപം ദുഃഖവും കൊണ്ടു അനുഭവകാലം ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക ഭഗവന്മയമെന്നോർക്ക സമസ്തം. സമസ്തം. സുഖവും സുഖവും ദുഃഖവും ദുഃഖവും അനുഭവകാലം അനുഭവകാലം ഒത്താൽ സമം പോയാൽ നാരായണ ജയം അല്ലെ. കോപം കൊണ്ട് നമ്മൾ ആരെയും ശപിക്കാനായിട്ട് പാടില്ല. എന്താണ്, ഭഗവന്മയമാണെന്ന് ഓർക്കണം. തുഞ്ചത്ത് എഴുത്തച്ഛൻ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്, ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മുഴുവൻ എഴുതിയിരിക്കുന്നത്. വേറെ എന്തെങ്കിലും പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടോ? ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വെച്ചേൻ, ജനി മരണങ്ങൾ എനിക്കിനി വേണ്ട പരിപാലയമോ നാരായണ ജയ. എന്തുമാത്രം അർത്ഥവത്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കരുണാകരനാം ശ്രീനാരായണൻ അരുളിയിടുന്നൊരു സായുജ്യത്തെ ഒരു ഫലമുണ്ടോ 10,000 ഒരു ചത്തു പിറന്നാൽ നാരായണ ജയ. ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? കരുണാകരനായ ശ്രീനാരായണൻ അരുളിയിടുന്ന സായുജ്യത്തെ ഒരു ഫലമുണ്ടോ 10,000 ഒരു ചത്തു. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ആഗ്രഹമുണ്ടോ 10,000 ഒരു ചത്തു പിറന്ന് ജീവിക്കാനായിട്ട്? നാരായണന്റെ സായുജ്യം പറ്റാനായിട്ട് ചെന്നാ പോരെ? ഈ 10,000 ജന്മം ഇങ്ങനെ ചത്തു പിറക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? നാരായണന്റെ ഒരു സായുജ്യം മാത്രം കിട്ടിയാൽ മതി അല്ലേ. കൗതുകം ഒന്നിലും ഇല്ലിനി മഹത ഭഗവത് ഭക്തന്മാരോടുകൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ. എനിക്കിനി പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, വേറൊന്നിലും ആശയമില്ല. എന്താണ്, ഭഗവത് ഭക്തന്മാരോട് കൂടി എന്താണ്, ഭഗവത് ഗുണ കഥന ശ്രവണങ്ങൾ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഭഗവാന്റെ ഗുണ കഥനം ശ്രവണം, കഥന ശ്രവണം ഒഴിഞ്ഞ് ഇനി വേറൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം നാരായണ ജയ. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ശ്ലോകം നമ്മളപ്പോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു മോക്ഷപ്രാപ്തിക്ക് അർഹനാണെന്നല്ലേ. മോക്ഷപ്രാപ്തിക്ക് അർഹനാകാനായിട്ട് വലിയ കൂടുതൽ കാര്യങ്ങളൊന്നും ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടില്ല അല്ലെ. പറഞ്ഞിട്ട് എന്താണ്, സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ കണക്കാക്കുന്ന, ഒരേ ത്രാസിൽ വെച്ച് കണക്കാക്കുന്ന സമചിത്തരായ ആൾക്കാർക്ക് പോലും മോക്ഷപ്രാപ്തിക്ക് അർഹരാണെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്നു അല്ലെ. ഭഗവാൻ, ഞാൻ പോയൊരു ക്ഷേത്രത്തിന്റെ കഥ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞല്ലോ, പാണ്ഡുരംഗ വിട്ടല ക്ഷേത്രം. അവിടുത്തെ ഭഗവാൻ എന്താണ്, ഒരു ഭക്തൻ പോലും അല്ലാത്ത ഒരാൾ, പിതൃശുശ്രൂഷ മാത്രം ചെയ്ത ഒരാളുടെ വീട്ടിലേക്ക് ഭഗവാനും ലക്ഷ്മി ദേവി ഐശ്വര്യങ്ങളുടെ കൂടി വന്ന് കയറി അല്ലെ. വാതൊക്കെ വന്ന് നിൽക്കുകയാണ്, കാത്തു നിൽക്കുകയാണ് അവന്റെ ഷെഡ്യൂളിന് വേണ്ടിയിട്ടല്ലേ. ആ ഒരു പിതൃഭക്തി ചെയ്യുന്ന ഒരാളുടെ ഷെഡ്യൂളിന് വേണ്ടി ഭഗവാൻ വന്ന് വിളിച്ച് അവിടെ പുറത്ത് കാത്തു നിൽക്കുകയാണ്, എള്ളിയിൽ ഇങ്ങനെ
കാത്തിരുന്ന് 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 ഭഗവാൻ അവിടെ കല്ലായി ഉറച്ചു പോയി അല്ലേ? അങ്ങനെ ഒരു കാര്യമാണ് കണ്ടത്. ഭഗവാൻ ദേ ഇങ്ങോട്ട് തേടി എത്തുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ സമചിത്തരായിട്ടുള്ള ഇത് രണ്ടിനും ഒരേപോലെ കാണുന്ന ആൾക്കാരെ പോലും ഭഗവാൻ മോക്ഷപ്രാപ്തിക്ക് അർഹരായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലെ ഈ ശ്ലോകത്തില്. അപ്പൊ ഗീതാമാത ചെന്ന് വായിച്ചോളൂ ആ വാർത്ത. കേൾക്കത്തില്ല. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിയുന്നവനുമായ ഒരു വ്യക്തി തീർച്ചയായും മുക്തിക്കർഹനാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ 4ാം ആശ്രമമായ സന്യാസം ക്ലേശഭരിതമായ ഒരവസ്ഥയാണ്. എങ്കിലും ജീവിതത്തിന് പരിപൂർണത വരുത്തണമെന്ന് കൃത്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ സന്യാസം സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭാര്യ പുത്രാദികളോടുള്ള ഗാർഹിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതിലാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുക. അത്തരം ക്ലേശങ്ങളെയും സഹിക്കാൻ കഴിയുമെന്നായാൽ തീർച്ചയായും അയാളുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി പൂർണ്ണമായി. കുടുംബ ബന്ധമുള്ളവരോടോ മിത്രങ്ങളോടോ പൊരുതുന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ക്ഷത്രിയൻ എന്ന നിലയിൽ തനിക്ക് ചെയ്യേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കാമെന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു 24ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചു. വൃദ്ധയായ മാതാവിനും ഇളം പ്രായത്തിലുള്ള പത്നിക്കും അദ്ദേഹമല്ലാതെ ഒരാശ്രയവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഉത്കൃഷ്ടമായൊരു ലക്ഷ്യം മുൻനിർത്തി അദ്ദേഹം സന്യാസം കൈക്കൊണ്ടു. തന്റെ ഉത്കൃഷ്ടമായ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടായിരുന്നു. ഇതാണ് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഉത്കൃഷ്ടമായ ഒരു ലക്ഷ്യം, ആ ഉത്കൃഷ്ടമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മളെ എല്ലാവരെയും ചൈതന്യ മഹാപ്രഭു ചെയ്ത ഉത്കൃഷ്ടമായ ലക്ഷ്യം എന്തായിരുന്നു? നമ്മളെ എല്ലാവരെയും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിപ്പിച്ച വ്യക്തിയാണ് ചൈതന്യ മഹാപ്രഭു അല്ലെ? അപ്പൊ ഈ കലിയുഗത്തിൽ ഇത് മാത്രമാണ് മോക്ഷ മാർഗം എന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് സർവ്വതും ഉപേക്ഷിച്ചിട്ട് ആ ഒരു സന്യാസം സ്വീകരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? എന്താണ് ഈ മാനവരാശിയെ മുഴുവൻ ഉദ്ധരിക്കാനായിട്ട്. അപ്പം അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം ഭഗവാൻ തന്നെയല്ലേ. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാക്കാത്ത കാര്യങ്ങളാണോ അല്ലെ ഈ കുടുംബ ബന്ധങ്ങളും ഇതെല്ലാം ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ മാനവരാശിക്ക് മുഴുവനും ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യം, ഔഷധമാണ് അദ്ദേഹം നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് അല്ലെ? എല്ലാവരിലേക്കും ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം എത്തിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്യമം. അദ്ദേഹത്തിന്റെ സേനാപതി ശിഷ്യൻ ലോകം മുഴുവൻ പോയി കൃഷ്ണാവതം പ്രചരിപ്പിച്ചു അല്ലെ? അപ്പം അതാണ് നമ്മൾ കണ്ട. അപ്പം ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി, ബന്ധം എന്ന് പറഞ്ഞാൽ കെട്ടുകളായിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുകയാണ് അല്ലെ? കെട്ടുകളായത് കർമ്മം പുരുഷന് കെട്ടുകളറ്റേ മുക്തി വരൂതിരണം കെട്ടുകളോ ഫലഭുക്തിയാതീരും കെട്ടായിനിയും നാരായണ ജയ. അപ്പൊ ഈ കെട്ട് എങ്ങനെ നമ്മൾ പൊട്ടിക്കും? കെട്ട് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. വളരെ വരിഞ്ഞു മുറുക്കി നമ്മളെ പിടിച്ചിരിക്കുകയാണ് അല്ലെ? 3 സത്വഗുണം രജോ ഗുണം തമോ ഗുണം എന്ന് പറഞ്ഞാൽ 3 കയറിട്ടിട്ട് നമ്മളെ വരിഞ്ഞു മുറുക്കി കെട്ടിരിക്കണം. ഈ കെട്ടുകളൊക്കെ ഫലഭുക്തിയാ തീരുമെന്നാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലെ? എന്താണ് ഫലഭുക്തിയ? നമ്മൾ ഫലകാംക്ഷയില്ലാതെ കർമ്മം ചെയ്യുക, അതായത് ഭക്തിയുത സേവനം ചെയ്യുക. ഭഗവാന് വേണ്ടി കർമ്മം ചെയ്താൽ മാത്രം ഈ കെട്ടുകളിൽ നിന്ന് നമുക്ക് പൊട്ടിച്ച് പുറത്തിറങ്ങാൻ സാധിക്കും. അപ്പൊ അത്രയും മാത്രം നമ്മൾ ചെയ്യാം. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് ഭക്തിയുത സേവനം ചെയ്യാൻ, നമ്മൾ സന്യാസം സ്വീകരിക്കാനായിട്ട് കലിയുഗത്തിൽ നമുക്ക് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ കൂടെയുള്ളവരെ ആരെയും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. എല്ലാവരെയും കൂടെ നിർത്തി എല്ലാവരും ഒരുമിച്ച് നമ്മൾ കൃഷ്ണാബോധം പ്രാക്ടീസ് ചെയ്താൽ മാത്രം നമ്മളുടെ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഭഗവാൻ ഒരു നിവൃത്തി ഉണ്ടാക്കി തരും എന്നുള്ളതാണ് നമ്മളുടെ ഈ കൃഷ്ണാബോധത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടം. അപ്പം ഹരിബോൽ ഹരേ കൃഷ്ണ. അപ്പൊ അതുകൊണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ 1-2 ചോദിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഓരോ പോയിന്റ് വീതം പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ സമയം അതിക്രമിച്ച് പോയിട്ടെങ്കിൽ ലീവ് ചെയ്യാനുള്ളവർക്ക് ലീവ് ചെയ്യുകയും ചെയ്യാം. ഹരേ കൃഷ്ണ. ലീവാകട്ടെ പ്രഭുജി. ശരി മാതാജി. ഹരേ കൃഷ്ണ. ദീദി മാതാജി. എന്തെങ്കിലും കമന്റ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയിന്റ് ഇതിൽ നിന്ന് ഇന്ന് എടുത്ത 4-5 ശ്ലോകങ്ങൾ എടുത്തായിരുന്നു. അതിലെന്തെങ്കിലും മനസ്സിലായിട്ടുള്ളൊരു കാര്യം?
ഭഗവാൻ ഇല്ലാതിരുന്ന ഒരു കാലവും ഉണ്ടായിട്ടില്ല. ഉം. അതുപോലെ ഈ അർജുനനും ഇപ്പൊ ഈ കാണുന്ന എല്ലാവരും എന്നും ഉണ്ടായിരുന്നു. അത് നമ്മുടെ ശരീരം ആത്മാവിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ? ആത്മാവ് ആത്മാവും എന്ന് പറയുന്ന ശരീരവും സംഭവം ആത്മാവും ഭഗവാന്റെ അംശമായതുകൊണ്ട് അതിന് ഒരിക്കലും അംശ നാശമില്ലാത്തത് കൊണ്ട് അതിന് അത് ഇല്ലാതിരുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടേ ഇല്ല. ആത്മാവ് എന്നും നിത്യനും ശാശ്വതനും അജനും ആയതുകൊണ്ട് അത് എപ്പോഴും ഉണ്ടായിരുന്നു. ഈ പറയുന്ന വ്യക്തികളുടെ ഉണ്ടായിരുന്നു. ശരീരമാണല്ലോ നമ്മൾ കാണുന്നത്. ആ വ്യക്തി എന്ന് പറയുന്നത് അവരുടെ ആത്മാവാണല്ലേ? ആ ഒരു സംഭവമാണ് നമുക്ക് മനസ്സിലാകാത്തത്. പക്ഷെ ഭഗവാൻ അവിടെ തുടക്കം ഇട്ട് വെച്ചിട്ട് ഒരു സ്ഫുരണം നമുക്ക് തന്നു. സത്യ മാതാജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പൊ ആജ്ഞാചക്രം പറഞ്ഞില്ലായിരുന്നു, മൂലാധാരം അങ്ങനെ, ആ ആ ആ അതൊന്ന് പറയാമോ? ആ, മാതാജി, അത് യോഗ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ഈ പറയുന്ന ആ, ഈ ഈ ചക്രങ്ങളുടെ ജോലി പോകുന്നത് യോഗികളാണ്. അതായത് അതായത് ജീവാത്മാവും പരമാത്മാവിനെയും കൂടെ കൂടി സമ്മേളിക്കുന്ന ഒരു സമയമാണ് യോഗ എന്ന് പറയുന്നത്. ഇതിനെ സമ്മേളിപ്പിക്കുക. അപ്പൊ അതിനെ നമ്മള് ഈ നമ്മുടെ പ്രാണനെ എന്ത് ചെയ്യണം? നമ്മളുടെ ദശപ്രാണനൊക്കെ ഉണ്ട്, നമ്മുടെ പ്രാണവായുവിനെയൊക്കെ നിയന്ത്രിച്ച് നമ്മൾ ഈ പ്രാണനെ കൊണ്ട് നമ്മളുടെ ഈ പൊക്കിളിനടിയിലുള്ള ഒരു ഭാഗത്താണ് മൂലാധാരം ഇരിക്കുന്നത്. നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കാണാം. നമ്മൾ ഈ പറയുന്ന നട്ടെല്ലിനെ ചുറ്റി 3 നാഡികൾ നിൽക്കുന്നത്. ഈ നല്ല ഭയങ്കര സൂര്യൻ ഉദിച്ചിരിക്കുന്ന പോലത്തെ 6 ചക്രങ്ങള് കാണാം. ഈ 6 ചക്രങ്ങളെ എത്ര യോഗസ്ഥിതി ചെയ്താലാണ് ഒരു ചക്രത്തിൽ നിന്ന് തന്നെ മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്ക് എത്തുന്നത്. സ്വാധിഷ്ഠാനം കഴിഞ്ഞിട്ട് പൊക്കിളിന്റെ അവിടെയുള്ള ചക്രമാണ് മണിപൂരകം. അപ്പൊ നമ്മൾ ആ സഹസ്രനാമത്തിൽ ഈ ചക്രത്തെ പറ്റി, എല്ലാ ചക്രത്തെ പറ്റി പറഞ്ഞു. വിഷ്ണു ഗ്രന്ഥി വിഭേദിനി, രുദ്രഗ്രന്ഥി വിഭേദിനി, സഹസ്രാരാംബുജാരൂഢ, സുധാസാരാവി വർഷണി എന്ന് പറഞ്ഞ് ലാസ്റ്റ് പറയുന്നുണ്ട്. ലളിതാ സഹസ്രനാമം എടുത്ത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓരോ ചക്രത്തിന് അധിപതിയായിട്ടുള്ള ദേവത വരെ ഉണ്ടല്ലേ. വിഷ്ണു ഗ്രന്ഥി ഉണ്ടല്ലേ, രുദ്രഗ്രന്ഥി ഉണ്ട്, മഹാദേവന്റെ ഉണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ആജ്ഞാചക്രം, ഇവിടെയാണ് വിശുദ്ധി, അത് കഴിഞ്ഞ് സഹസ്രാരപത്മം ഇവിടെ. ഇങ്ങനെ 6 ചക്രം. ഞാൻ വേണേ അതിന്റെ കൃത്യമായിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം നാളെ. ഞാൻ നേരത്തെ ഒന്ന് ഷെയർ ചെയ്ത ഇതേപോലത്തെ ഒരു ക്ലാസ്സിൽ എടുത്തപ്പോ. അപ്പൊ ഈ പ്രാണനെ നമ്മള് ഉയർത്താനായിട്ട് എടുക്കേണ്ട പ്രാക്ടീസ് വേണം നമുക്ക്. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. ഈ പ്രാണനെയൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ കൊണ്ട് ഈ നമ്മുടെ ജീവനൊക്കെ ഇതുവഴി കളഞ്ഞു. ഇപ്പൊ കുറെ വിവാദങ്ങൾ നടക്കുന്നുണ്ടല്ലോ അല്ലെ, അദ്ദേഹത്തെ കൊന്നതാണ് മക്കളെല്ലാരും കൂടെ. നമ്മൾ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മളുടെ ജീവൻ, നമ്മൾ കൃഷ്ണാഭോഗത്തിലുള്ളവരെ നമ്മൾ ഇതുവഴി നമ്മൾ ഇന്ന് അവതാരത്തിൽ കൂടെ പോകുന്ന എവിടെ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട അവസ്ഥയെ വരുന്നില്ല. കാര്യം നമ്മളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചിരിക്കുകയാണല്ലോ. എവിടെ കൂടെ ജീവൻ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ആൾക്കാർക്ക് ജീവൻ പോയി കഴിഞ്ഞാൽ എന്താണ്, ഈവൻ നീചഭാഗങ്ങളിൽ കൂടെ പോയി കാണാൻ ക്രിമികളായിട്ട് ജനിക്കേണ്ടി വരും അല്ലേ. നമ്മുടെ എന്താ പറഞ്ഞ ഈ കണ്ണുകളിൽ കൂടെയോ ചെവികളിൽ കൂടെ ഒക്കെ പോയിന് ഓരോന്നിനും ഓരോ ഫലമാണ്. ജീവൻ ഇതുവഴി ചിലരൊക്കെ കണ്ണ് വീഴ്ചിട്ടായിരിക്കും ജീവൻ പോകുന്നത്, ചിലർ വാ പൊളിച്ചിട്ട്, ചിലരുടെ മൂക്കിൽ കൂടെ ആയിരിക്കും ജീവൻ പോകുന്നത്. അങ്ങനെ ഓരോ രീതിയിൽ നമ്മൾ അങ്ങനെ ഏതുവഴി ജീവൻ പോകുന്നതെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ചില നമുക്ക് കാണാം പള്ളിയിലച്ചന്മാരെയൊക്കെ കൊണ്ട് അടക്കുന്നത് ഇങ്ങനെ ഇരുത്തി അടക്കുന്നത്, സമാധിയായെന്ന് പറഞ്ഞിട്ട്. അവരെങ്ങനെ സമാധിയാകും? കാര്യം ഞാനതൊരു ഇവരെ ഇത് പറയുന്നതല്ല. എങ്ങനെ സമാധി? ഈ ഇറച്ചി മീനൊക്കെ അങ്ങനെ കഴിച്ച് ഏത് വീഞ്ഞും ഒക്കെ കുടിച്ച് ഇങ്ങനെ സുഖലോലുപരായിട്ട് യാതൊരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാതെ വളരെ സുഖലോലുപരായിട്ട് കഴിയുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ സമാധി ചെയ്യാനായിട്ട് പറ്റും? അത് എത്ര പ്രാക്ടീസ് മുഖാന്തരം ഭക്ഷണം എല്ലാം നിയന്ത്രിച്ച്. യോഗി എന്ന് പറയുന്നത് ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന ആളെയാണ് യോഗി എന്ന് പറയുന്നത് അല്ലേ. 2 നേരം ഭക്ഷണം കഴിക്കുന്ന ആളെ ഭോഗി എന്ന് പറയുന്നു അല്ലെ. 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആളെ രോഗി എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ഈ ഇഷ്ടം പോലെ മൃഷ്ടാനം വലിച്ചു വാരി എന്തിനേയും എടുത്ത് കഴിക്കുന്ന വ്യക്തികൾക്കൊക്കെ എങ്ങനെ അങ്ങനെ ആ ഒരു പോകാൻ പറ്റും? മൂലാധാര, സ്വാധിഷ്ഠാനം, അനാഹത, ആജ്ഞാചക്രം, ഇങ്ങനെ ഓരോ ചക്രമാണ്. ഈ ചക്രം മർമ്മസ്ഥാനവുമാണ് നമ്മുടെ ശരീരത്തിലെ മർമ്മസ്ഥാനം. ഈ ചക്രത്തിൽ കൂടെ ഈ പറയുന്ന ശ്രീനാരായണ ഗുരു അന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ആടുപാമ്പേ പുനൻ തേടുപാമ്പേ പുനരാനന്ദ കൂട്ടുകണ്ട് ആടുപാമ്പേ ദൈവദശകത്തില് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ആർക്കും മനസ്സിലായില്ല. ഇപ്പൊ നമുക്കൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ പാമ്പുകൾ ഇതാണ്. അതായത് ആ ഒരു പ്രാണനെ ഉയർത്തുന്നതാണ്. ആനന്ദ കൂട്ട് കാണാനായിട്ട് എന്താണ് ഇവിടെ വരണം. അതായത് എനിക്ക് എൻ്റെ കൂടെ നേരത്തെ ഞാൻ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, യുനാനി ചികിത്സകനാണ്. അദ്ദേഹം എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു, എബി എന്ന് പറയുന്ന ആള്. അപ്പൊ അങ്ങനെ പഠിച്ചിരുന്നപ്പോ ഇദ്ദേഹം
ഇതിന് ഈ റേക്കി ചികിത്സ അതൊക്കെ ചെയ്യുന്ന ആളാണ് ഈ യുനാനിയായിട്ടുള്ള സുലൈമാൻ ബാഷ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ഡോക്ടർ സുലൈമാൻ ബാഷ. അപ്പൊ അദ്ദേഹം ഇതുപോലെ തന്നെ ഈ ഒരുപാട് പ്രാക്ടീസിന് ശേഷം ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്തതിനു ശേഷം അദ്ദേഹം ഈ പറയുന്ന പ്രാണശക്തിയെ ഉയർത്തിയിട്ട് നമ്മൾ ഈ ആത്മാവിനെ പുറത്തിറക്കും. ആത്മാവിനെ പുറത്തിറക്കുന്ന ഒരു വിദ്യ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആത്മാവിനെ പുറത്തിറക്കിയിട്ട് നമ്മൾ തിരിച്ച് ആത്മാവിനെ ഉള്ളിലേക്ക് കയറ്റണമെങ്കിൽ, അല്ലെ പുറത്തിറക്കി കഴിഞ്ഞാൽ അതിനെ അവിടെ വിട്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ആത്മഹത്യ ചെയ്ത പോലെയായി. തിരിച്ച് ഇങ്ങോട്ടേക്ക് കയറണമെങ്കിൽ എന്താണ്? ചൂടാറുക ചൂടാറുക എന്ന് പറഞ്ഞൊരു സംഭവം കേട്ടിട്ടുണ്ടോ? ഈ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പ്രാണൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാറാകാത്ത അവസ്ഥയിലാണ് നമ്മളുടെ അവയവങ്ങളൊക്കെ കൊടുക്കുന്നത്, അല്ലെ? നമ്മളുടെ കണ്ണ്, നമ്മളുടെ ഹൃദയം അല്ലെങ്കിൽ കിഡ്നി ഇതൊക്കെ ദാനം ചെയ്യുന്നത് ചൂടാറാകുന്നതിന് മുൻപേ ആണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഈ ജീവന്റെ ഒരു അംശം തുടിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ, ആത്മാവ് ശരീരം വിട്ടുപോയാലും. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ തന്നെ തിരിച്ചു വന്ന് കയറണം. ഈ പറഞ്ഞ് തിരിച്ചു വന്ന് കയറിയില്ലെങ്കിൽ, പണ്ട് ശങ്കരാചാര്യർ ഇതുപോലെ കാശി രാജാവിന്റെ ശരീരത്തിൽ കയറിയ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുള്ളത്. കൂട് വിട്ട് കൂട് മാറ്റം. കൂട് വിട്ട് കൂട് മാതാജി അതിന്റെ കൃത്യവാക്ക് യൂസ് ചെയ്തു, കൂട് വിട്ട് കൂട് മാറുക എന്നുള്ള പരിപാടി ശങ്കരാചാര്യർ ഇതുപോലെ ചെയ്തതാണ്. ശ്രീനാരായണ ഗുരു ഇതുപോലെ ഈ ഒരു വിദ്യ ബ്രിട്ടീഷുകാർക്കൊക്കെ കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് അതിന്റെ ആ ഒരു കഴിവ് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുള്ളത്. അദ്ദേഹം ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനത്തെ വിദ്യ പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ വിദ്യ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ അദ്ദേഹത്തിന് അത് നഷ്ടപ്പെട്ടു പോകുമെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞു വന്നത്? എവിടെയാണ് ആത്മാവിനെ തിരിച്ചു വിട്ടിട്ട് തിരിച്ചു കയറാനുള്ള അദ്ദേഹം പുറത്തിറക്കി. അങ്ങനെ പലതവണ ഇങ്ങനെ ചെയ്തു. ഒരു തവണ അദ്ദേഹത്തിന് എന്തോ ഒരു കോൺസെൻട്രേഷൻ തെറ്റിയിട്ട് തിരിച്ച് ഈ ആത്മാവ് തിരിച്ച് ശരീരത്തിലേക്ക് കയറുന്നില്ല. അതായത് നമ്മളുടെ ഒരു ശ്രദ്ധ, ഏകാഗ്രത ഒരു ശകലം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, വേറെ എന്തെങ്കിലും ഒരു മാനസിക പ്രതിബന്ധങ്ങൾ ബാധിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ സമയം ഒരു കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു കയറില്ല. അപ്പൊ നമ്മൾ എന്താണ്? ജഡമായി മാറി. അപ്പൊ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ തന്നെ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് നമ്മൾ ഭക്തിയുത സേവനത്തിൽ പോകുന്നത് വളരെ ഈസി, ഇതെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. യോഗയുടെ ഇതിൽ കൂടെ പോകുന്നത് ഇപ്പോഴത്തെ ശിവയോഗികളൊക്കെ നമ്മൾ ഇവിടെ കാണുന്ന കുംഭമേളയ്ക്ക് വരുന്നവർ ചെയ്യുന്ന പോലെ. അപ്പം എന്താണ് ഇദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹം വേറെ കുറെ ദേവതകളെ ഉപാസിച്ച് അവരുടെ സഹായത്തോടു കൂടിയാണ് ആത്മാവിന്റെ ശരീരത്തിൽ കയറിയത്. പിന്നീട് അദ്ദേഹം ഒരിക്കലും ആ ഒരു വിദ്യ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. അപ്പം അതാണ് മാതാജി. അപ്പൊ അതിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വലിയ സബ്ജക്റ്റ് ആണ്, അത് നമുക്ക് ആവശ്യമില്ലതാനും. നമുക്ക് വളരെ സിമ്പിൾ ആണ് നമ്മുടെ പ്രോസസ്സ്. ഓക്കെ, ഇത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഹരേ കൃഷ്ണ മാതാജി, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഗീത മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആരും ഇല്ലാതായിട്ടുമില്ല, ഇല്ലാത്തതൊന്നും ഉണ്ടായിട്ടുമില്ല. അതിപ്പം രതിദേവി മാതാജി പറഞ്ഞ പോയിന്റ് തന്നെയല്ലേ? ഭഗവാന്റെ മാതാജിക്ക് വേറെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു തരുന്നേ ഉള്ളൂ. ശരീരവും ആത്മാവും, ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയാൽ പിന്നെ ശരീരം ജഡമാണ്. ആത്മാവിനെ മുറിക്കാനോ ദുഃഖിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഇനി വരുന്ന ശ്ലോകങ്ങളിലാണ് മാതാജി നേരത്തെയാണ് പറഞ്ഞത്. ഇനി അതിനെ പറ്റിയൊക്കെ എടുക്കാൻ പോകുന്നേ ഉള്ളൂ. ആത്മാവിനെ മുറിക്കാൻ പറ്റില്ല ആയുധം കൊണ്ട്. മാതാജി അതെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലേ മാതാജി? പഠിച്ചല്ല, എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് അങ്ങനെയാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജീവാത്മാവ്, പരമാത്മാവ്, ഭൗതിക പ്രകൃതി, ആത്മപ്രകൃതി എന്നീ വ്യവസ്ഥ പൂർണ്ണമായി അറിയുന്ന ആള് ധീരൻ. ഈ വിവരങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ആളാണ് ബുദ്ധിമാൻ. ധീരൻ എന്നും പറയുന്നു അല്ലെ? ധീരൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള പോയിന്റ്. അങ്ങനത്തെയുള്ള പോയിന്റുകളൊക്കെയാണ് നോട്ട് ചെയ്ത് വെക്കണേ. അണ്ടർലൈൻ എഴുതാനായിട്ട് പറഞ്ഞല്ലോ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ജ്ഞാനാംബിക മാതാജി. നമ്മുടെ മനസ്സിനെ സമചിത്തതയാക്കി സുഖത്തിനെയും ദുഃഖത്തിനെയും ഒരുപോലെ കണ്ട് നമ്മൾ തുല്യമായി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മോക്ഷപ്രാപ്തിക്ക് എളുപ്പം കാണാം. സുഖദുഃഖങ്ങളെ ദ്വന്ദ്വമായി കാണാതെ തുല്യമായിട്ട് കാണണം. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി മാതാജി.
മാതാജി ശ്രീരഞ്ജിനി മാതാജി എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? കൃഷ്ണ ഹരേ കൃഷ്ണ. എത്ര പ്രയാസമാണെങ്കിലും തനിക്ക് ചെയ്യേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കണം. നമ്മളെന്ന് വെച്ചാൽ ശ്രീചൈതന്യ മഹാപ്രഭു ശരിക്കും ഉന്നതമായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വളരെ യങ് ഏജ് ആയിരുന്നപ്പോ തന്നെ സ്വന്തം മാതാവിനെയും യങ്സ്റ്റർ ആയിരുന്ന വൈഫിനെയും പോലും ഉപേക്ഷിച്ചിട്ട് ഒരു ഉത്കൃഷ്ടമായ ലക്ഷ്യം, അതായത് ശ്രീകൃഷ്ണ ഭക്തി വാരി വിതറാനായിട്ടാണ് അദ്ദേഹം പോയത്. അദ്ദേഹം അങ്ങനെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അത്രയും ഒരു ത്യാഗം ചെയ്തത് കൊണ്ടാണ് ഇന്ന് നമ്മളെ പോലുള്ള അനേകം പേര് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി ബോൾ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. വിലാസിനി മാതാജി. വിലാസിനി മാതാജി മൈക്ക് ഓൺ ആക്കും മാതാജി. കേൾക്കാൻ പറ്റുന്നില്ല. ഹരേ കൃഷ്ണ. എനിക്ക് ദുഃഖവും സുഖവും സമമായിട്ട് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. സുഖവും ദുഃഖവും സമമായിട്ട് നമ്മൾ എടുക്കണം എന്നുള്ളതാണ്. അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ, നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എന്താണ് ധീരനാകണം. നമ്മൾ ധീരനായാൽ മാത്രമേ ഉള്ളൂ. പ്രാക്ടീസിൽ കൂടെ അത് നടക്കും മാതാജി. നിരന്തരമുള്ള പ്രാക്ടീസിൽ കൂടെ നമുക്ക് അത് എന്തെല്ലാം നമ്മളെ പഠിച്ചാൽ ധീരനാകാണ്ട് നമുക്ക് അങ്ങനെ സഹിക്കാൻ പറ്റും. സുഖവും ദുഃഖവും ഒരുപോലെ. അതാണല്ലോ നമ്മൾ പറഞ്ഞ സുഖവും കേട്ടില്ലേ? ദുഃഖവും അനുഭവകാലം. അതായത് ഹരേ കൃഷ്ണ. ഇത് സ്ഥിരമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖം എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമല്ല, ദുഃഖം എന്ന് പറഞ്ഞാൽ അത് സ്ഥിരമല്ല. ഇത് രണ്ടും ഓർത്താൽ സമം ഇത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി ദുഃഖം ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? ഓ, അത് ഓർക്കണം അല്ലേ? സ്ഥിരമല്ല, ഇതങ്ങ് മാറും. ശരി എന്ന് പറഞ്ഞാൽ അത് ശാശ്വതമായ ദുഃഖമല്ല. എന്നും ദുഃഖത്തിന് അടിമയല്ല. സുഖം എന്ന് പറഞ്ഞാൽ എപ്പോഴും സുഖം ഉണ്ടാകത്തില്ല. നമ്മൾ ആ സുഖിക്കുന്ന സമയത്താണ് നമ്മൾ ഭഗവാനെ മറന്ന് ജീവിക്കുന്നത് അല്ലേ? അപ്പം എനിക്ക് ഈ സുഖം ഉണ്ടായത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ഇനി ദുഃഖമൊക്കെ വരാനായിട്ട് ഇരിക്കുന്നു. അതുകൊണ്ട് ഇത് എപ്പോഴും ഉണ്ടാകത്തില്ല. ഭഗവാൻ അപ്പം ഈ സുഖം തന്ന ഭഗവാനോട് നമ്മൾ നന്ദി പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാം. അത്രയേ ഉള്ളൂ മാതാജി. അപ്പൊ നമുക്ക് ഇതിനെ ദുഃഖം വരുന്ന സമയത്തും നമുക്ക് ദുഃഖമാണോ ഇനി എനിക്ക് ഭഗവാൻ ഒരു സുഖം തരാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ദുഃഖം ഒരു കുറച്ചാൾ അനുഭവിക്കേണ്ടി വന്നു. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇതിനെയും ഒരേപോലെ തന്നെ കാണാൻ പറ്റും. വരട്ടെ, അത് ഒരു 1-2 ദിവസം കഴിയുമ്പോൾ അത് മാറും. താങ്ക് യു. ഹരേ കൃഷ്ണ. മാറും. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതുപോലെ ഷിബി മാതാജി. ഹരേ കൃഷ്ണ. ആത്മാവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ശാശ്വത അംശമാണ്. പിന്നീടെന്ന് വെച്ചാൽ ഇപ്പം ഈ കലിയുഗത്തിൽ നമ്മൾ ബുദ്ധിമുട്ടി സന്യാസാശ്രമം അങ്ങനെ ഇതിലൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരോടും അറ്റാച്ച്മെന്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് മോക്ഷപ്രാപ്തിക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൈതന്യ മഹാപ്രഭു തന്നിട്ടുണ്ട്. പിന്നെ എന്റെ പേഴ്സണലി ഒരു ഇതുള്ളതെന്ന് വെച്ചാൽ ട്വിൻസ് ആണ്. അവർ രണ്ടാളും 2 സ്വഭാവക്കാരാണ്. അപ്പൊ 2 ജീവാത്മാക്കളാണ് രണ്ടുപേരും. അതാണ് എല്ലാരും പറയും ഇതെന്താ ഇവര് 1 മിനിറ്റിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, രണ്ടും 2 തരത്തിലാന്ന് പറയും. ഒരു ജ്യോത്സ്യന് ഞാൻ ജ്യോത്സ്യത്തിന് പോയതുകൊണ്ട് എനിക്കറിയാം, ഒരാൾക്കും ഒരു ഗ്രഹനില അവർക്ക് രണ്ടായിട്ട് ഉണ്ടാക്കാണ്ട് പറ്റത്തില്ല. ഒരേ ഗ്രഹനിലയായിരിക്കും. അതുപോലെ തന്നെ അംബാനിയുടെ വീട്ടിൽ ജനിച്ച ഒരാള് രാത്രി 12:10 അതേ സമയത്ത് തെരുവിൽ ഒരാള് ജനിച്ചെങ്കിൽ രണ്ടുപേർക്കും ഒരേ ഗ്രഹനിലയായിരിക്കും. അപ്പം അംബാനിയുടെ വീട്ടിലെ വേലക്കാരൻ ഒരു ജ്യോത്സ്യന്റെ അടുക്ക പോയി ഇത് കാണിച്ചു. അപ്പൊ ഈ ഗ്രഹനില ഇത് തെരുവിൽ കിടക്കുന്ന ഒരാളുടെ ഗ്രഹനിലയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനായാലും ഒരു അടി വെച്ച് കൊടുത്തിട്ടുള്ളൂ ജ്യോത്സ്യനിട്ട്. അതുപോലെ തന്നെ ഈ തെരുവിൽ കിടക്കുന്ന ഒരാള് ഈ ഗ്രഹനില എഴുതിക്കാണ്ട് ഒരു ജ്യോത്സ്യന്റെ അടുക്ക പോയി കഴിയുമ്പോൾ അയാള് ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇത് അംബാനി കുടുംബത്തിൽ പിറക്കേണ്ട ഒരു ഗ്രഹനിലയാണല്ലോ, രാജയോഗമാണല്ലോ കാണുന്നതെന്ന് പറഞ്ഞാൽ അയാളോ എനിക്ക് വീടുമില്ല കൂടുമില്ല, എനിക്ക് അടത്തണയിൽ കിടക്കും, നീ എന്തായി പറഞ്ഞെന്ന് ചോദിച്ചാൽ ഒറ്റെണ്ണം കൊടുക്കും അല്ലേ? അപ്പൊ ശാസ്ത്രത്തെ പോലും തെറ്റിക്കുന്ന ജ്യോതിശാസ്ത്രം ഒരു ശാസ്ത്രമാണ്. അതിനെ പോലും തെറ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മൾ ഭഗവത്ഗീതയിൽ കൂടെ മനസ്സിലാക്കി വരുന്നത്. കർമ്മഫലം അല്ലേ? കർമ്മഫലം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുജന മാതാജി എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? മാതാജിയോട് മാത്രം ചോദിച്ചില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. മാതാജി മൈക്ക് ഓൺ ആക്കൂ.
ആ മാതാജി ഓണാക്കുക ഓഫാക്കുക ഒക്കെ കൂടെ ഒരുമിച്ച് ചെയ്തോണ്ടിരിക്കുക. ആയി ആ കൗന്ദേയ എന്ന പദം മാതൃഭാഗത്തു നിന്നുള്ള രക്തബന്ധത്തെയും ആ ഭാരത എന്ന പദം പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള മാഹാത്മ്യത്തെയും സൂചിപ്പിക്കും. ഹരേ കൃഷ്ണ. പിന്നെ മാതാജി അപ്പം നല്ല പോയിന്റ് തന്നെയാണ് പറഞ്ഞത് അല്ലെ. അപ്പം നമ്മൾ ആ ഒരു ആ, എന്താ പറഞ്ഞ ഈ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ട അതിന്റെ ആ ഒരു ആവശ്യകതയെ പറ്റി ഭഗവാൻ അർജുനന് ഒരു ഹിന്റ് കൊടുക്കുന്നതാണ്. ഓരോരോ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് പ്രയോഗിച്ച് അതിൽ കൂടെയൊക്കെ കൂടെ ഒരു സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇവരുടെ ആ ഒരു കുടുംബ പാരമ്പര്യവും ഇവരുടെ ആ ഒരു മൊത്തം മാഹാത്മ്യവും ഇതെല്ലാം കൂടെ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള ഒരാള് ഇതേപോലെ ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഹരേ കൃഷ്ണ. ഹരിബോൽ. വാഞ്ചാകൽപതരൂപശ്ച കൃപാസന്ധിഭ്യ വെച്ച പദാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തി കീ ജയ.